Chief Minister is used to this because he comes from Kannur. Kannur has this bloody history where they have been killing each other. This is sponsored by Chief Minister. But he knows the consequences. They thought I will never get down of the car. Once I got down of the car, twice on the way to airport from Raj Bhavan, at two places they stopped my car. But I really did not know at how many places this is going to happen. But second time when it happened, I told the driver, as soon as they come near the car, stop it. And I got down from the car. That has unnerved them. They thought they will be able to frighten me. And you can see the videos, how when I got down from the car, how they ran from there, helter-skelter, because they are bullies. They are criminals, and criminals always have feet of clay. They too ask me, who are they? Only President, I am accountable to only President of India, not even to the government of India. Who are they? And how do they know? My question is, how do they know? ബ്രിട്ടീഷ് രാജിനെതിരെ ഏറ്റവും ദൈർഘ്യമേറിയതും രക്തരൂക്ഷിതവുമായ കലാപം കണ്ട കണ്ണൂരിന്റെ ചരിത്രം സംഘപരിവാറുകാരനായ ഗവർണർക്ക് അറിയണമെന്നില്ല. ഇനി അതറിയാമെങ്കിൽ തന്നെ സൗകര്യപൂർവ്വം രാഷ്ട്രീയ പാർട്ടികൾ പലതു മാറി ഒടുവിൽ സംഘപരിവാറിന്റെ കൂരയിൽ അഭയം പ്രാപിച്ചപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ അത് സൗകര്യപൂർവ്വം മറന്നിരിക്കണം. സ്വാതന്ത്ര്യ സമരത്തെ പോലും പിന്നിൽ നിന്ന് കുത്തിയവരുടെ മുസ്ലിങ്ങളെ ചേർത്തു പിടിച്ചതിന്റെ പേരിൽ ഇടനെഞ്ചിൽ വെടിയുണ്ട ഏറ്റുവാങ്ങിയ മഹാത്മാഗാന്ധിയുടെ കൊലപാതകികളുടെ പ്രസ്ഥാനത്തിന്റെ മാറിൽ ചാരി നിന്ന് കണ്ണൂരിന്റെ ചരിത്രത്തെക്കുറിച്ച് ആരിഫ് മുഹമ്മദ് ഖാന് ഓർക്കാൻ കഴിയില്ല. രക്തപങ്കിലമായ അവകാശ പോരാട്ടങ്ങളുടെ ഊർജ്ജം ഉദരത്തിൽ പേറുന്ന നാടിന്റെ ചരിത്രം അറിയില്ലെങ്കിൽ ഗവർണർ അത് പഠിക്കുക തന്നെ വേണം. ഇനി ഗവർണർക്കെതിരെ ഇപ്പോഴുയരുന്ന പ്രതിഷേധമാണ് വിഷയമെങ്കിൽ സർവകലാശാല സെനറ്റിലേക്ക് RSSകാരെ തിരികെ കയറ്റാൻ ശ്രമിച്ച ലിസ്റ്റ് എവിടെ നിന്ന് കിട്ടിയെന്ന് ഗവർണർ പറയണം. സംഘപരിവാറുകാരുടെ പേര് വെട്ടിക്കളഞ്ഞ ഹൈക്കോടതിയോട് ഉത്തരവാദിത്തം രാഷ്ട്രപതിയോട് മാത്രമെന്ന് പറയാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് അദ്ദേഹം പറയണം. എന്ത് ഔദ്യോഗിക കൃത്യം നിർവഹിക്കാനാണ് പ്രതിഷേധിക്കുമെന്ന് SFI പറഞ്ഞയുടനെ മുണ്ടും മുറുക്കി കാലിക്കറ്റ് സർവകലാശാലയിൽ പോയി ഗവർണർ കിടക്കുന്നതെന്നും പറയണം. പ്രതിഷേധ ബാനർ ഗവർണർ നീക്കിയാൽ എല്ലാ പ്രതിഷേധവും അവസാനിക്കുമോ? സംഘപരിവാറിനെതിരെ കേരളത്തിലെ ക്യാമ്പസുകളിൽ ഉയരുന്ന പോസ്റ്ററുകളും ബാനറുകളും അഴിപ്പിക്കാനാണ് ശ്രമമെങ്കിൽ ഏറ്റവും വിനയത്തോടെ പറയട്ടെ, മിസ്റ്റർ ആരിഫ് മുഹമ്മദ് ഖാൻ, താങ്കളെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്നതല്ല അത്. ചർച്ചയിലേക്ക് പോകുമ്പോൾ ഇന്ന് ഈ ചർച്ചയിലേക്ക് അതിഥികളായി PMR ഷോ SFI സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ ജിൻഡോ ജോൺ കോൺഗ്രസ്, അഡ്വക്കേറ്റ് P കൃഷ്ണദാസ് BJP നേതാവ് എന്നിവരാണ്. PMR ഷോയാണ് SFI പ്രതിനിധീകരിച്ച് ഈ ചർച്ചയിൽ പങ്കെടുക്കേണ്ടിയിരുന്നത്. അല്പം മുമ്പാണ് SFI ക്യാമ്പസിൽ കെട്ടിയ ബാനർ ഗവർണർ പോലീസിനെ ഉപയോഗിച്ച് അഴിപ്പിച്ചത്. അതിന് പിന്നാലെ SFI ബാനർ വീണ്ടും അവിടെ കെട്ടുകയുണ്ടായി. ഇപ്പോൾ SFIയുടെ പ്രതിഷേധം ക്യാമ്പസിൽ തുടരുകയാണ്. അല്പസമയത്തിനകം തന്നെ ആർഷോ ചർച്ചയിലേക്ക് എത്താം എന്ന് അറിയിച്ചിട്ടുണ്ട്. ആർഷോ എത്തുന്നതിന് മുൻപ് ഇപ്പോൾ V വസീഫ് നമ്മോടൊപ്പം ഈ വിഷയത്തിൽ പ്രതികരണത്തിന് ചേരുകയാണ്. വസീഫ്, ഒരു ബാനർ അഴിപ്പിച്ചതോടുകൂടി SFIയുടെ എല്ലാ പ്രതിഷേധവും തീർന്നു. SFIയുടെ പ്രതിഷേധം ആർഷോ പറയും. തീർച്ചയായിട്ടും അങ്ങനെ തീരുന്ന ഒരു പ്രതിഷേധത്തിനല്ലല്ലോ SFI നേതൃത്വം കൊടുക്കുക. SFI ഉയർത്തുന്ന മുദ്രാവാക്യം ഈ നാട് ആവശ്യപ്പെടുന്ന മുദ്രാവാക്യം ഈ നാട് ആവശ്യപ്പെടുന്ന, നാട് ആഗ്രഹിക്കുന്ന മുദ്രാവാക്യമാണ്. കേരളത്തിലെ കലാലയങ്ങൾ RSSന് കടന്നു കയറാൻ പറ്റാത്ത ഇടങ്ങളായിരുന്നു എന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാം. ഒരു തെരഞ്ഞെടുപ്പിലൂടെ ഒരിക്കലും, ജനാധിപത്യ സംവിധാനത്തിലൂടെ ഒരിക്കലും കേരളത്തിലെ തെരഞ്ഞെടുക്കപ്പെടുന്ന സെനറ്റുകളിലേക്ക്, സിൻഡിക്കേറ്റിലേക്ക് RSSകാർക്ക് കടന്നു വരാൻ പറ്റില്ല. അവിടെ ചിലപ്പോൾ UDF പ്രതിനിധികൾ ഉണ്ടാവാം, LDF പ്രതിനിധികൾ ഉണ്ടാവാം, ഒക്കെ ഉണ്ടാകാം. പക്ഷെ RSS ഉണ്ടാവില്ല. കാരണം കേരളത്തിന്റെ മണ്ണ് എന്ന് പറയുന്നത് RSS മുക്ത മണ്ണാണ്. ഇവിടെ വർഗീയതയ്ക്ക് ഇടമില്ല എന്നുള്ള പ്രഖ്യാപനം നടത്തുന്ന നാടാണ് ഈ കേരളം. മലയാളികളെ അഭിനന്ദിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ഫിലിം ഫെസ്റ്റിവലിൽ പ്രിയങ്കരനായ നടൻ പറഞ്ഞത് നമുക്ക് ഓർമ്മയുണ്ട്. ഈ കേരളം എന്ന് പറയുന്നത് വർഗീയതയ്ക്ക് കുടപിടിക്കുന്ന നാടല്ല. ആ വർഗീയതയ്ക്ക് കുടപിടിക്കാത്ത നാടിനകത്തേക്ക് RSSകാരെ സർവകലാശാലകളിൽ കയറ്റിയിരുത്തി വിദ്യാഭ്യാസ മേഖലയിൽ കാവ്യവൽക്കരണം നടത്താം എന്നുള്ള പ്രതീക്ഷയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഉള്ളത്.
ഇവിടെ നിർഭാഗ്യവശാൽ മറ്റൊരു സംഭവം കൂടി ഞാൻ പറയട്ടെ. ഈ നിർഭാഗ്യവശാൽ ആരിഫ് മുഹമ്മദ് ഖാന്റെ RSSന്റെ നോമിനിയായിട്ടുള്ള ആരിഫ് മുഹമ്മദ് ഖാന്റെ നോമിനികളായി 9:4:3 എന്ന റേഷ്യോയിൽ കേരളത്തിലെ കാലിക്കറ്റ് സർവകലാശാലയിലേക്ക് UDF പ്രതിനിധികൾ വന്നു എന്നുള്ളതാണ്. 9 BJP പ്രതിനിധികളെ നോമിനേറ്റ് ചെയ്തപ്പോൾ 4 കോൺഗ്രസ് പ്രതിനിധികളും 3 മുസ്ലിം ലീഗ് പ്രതിനിധികളും കാലിക്കറ്റ് സർവകലാശാലക്കകത്ത് ഈ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന ഏറ്റവും വൃത്തികെട്ട രീതിയിൽ RSS രാഷ്ട്രീയം ഇവിടെ നടപ്പിലാക്കാൻ പരിശ്രമിക്കുന്ന ഈ ചാൻസലർ, ആ ചാൻസലറുടെ നോമിനികളായി ഈ കോൺഗ്രസും ലീഗും എങ്ങനെ വന്നു എന്നുള്ളത് കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ ഈ സമയം കേരളം വളരെ നന്ദിയുണ്ട്. ഈ അവസാന നിമിഷത്തിൽ വിളിച്ചപ്പോൾ പ്രതികരിച്ചതിന് ഇപ്പോൾ ആർഷോ തത്സമയം ചേരുകയാണ്. വസീഫ, ഞാൻ അതുകൊണ്ട് ആർഷോയിലേക്ക് ഒന്ന് പോകുന്നു. ആർഷോ, പറയൂ, ബാനർ അഴിപ്പിക്കുന്നത് കണ്ടു ഗവർണർ. കഴിഞ്ഞ ദിവസം SFI തീർത്ത പ്രതിഷേധത്തിനിടയിൽ 613 പോലീസുകാരുടെ സുരക്ഷയിൽ ക്യാമ്പസിനകത്തേക്ക് കയറിയ ശേഷമാണ് എവിടെ പ്രതിഷേധമെന്ന് ഗവർണർ പരിഹസിച്ചത്. ഒരുപക്ഷെ ഇന്നിപ്പോൾ ഗവർണർ ആ പ്രതിഷേധം കണ്ടിട്ടുണ്ടാകണം. പക്ഷേ അതിന് പിന്നാലെ ഗവർണർ ക്യാമ്പസിൽ നിന്നും ബാനർ അഴിപ്പിക്കുന്നതോടുകൂടി SFIയുടെ എല്ലാ പ്രതിഷേധവും അവസാനിക്കുമെന്ന് അദ്ദേഹം കരുതിയിട്ടുണ്ടാകണം. എന്താണ് SFIയുടെ തീരുമാനം? ഞങ്ങൾ ഈ സമരത്തിന് ഇറങ്ങിയിട്ടുള്ളത് കൃത്യമായ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ്. നമുക്കറിയാം, കഴിഞ്ഞ കുറേ നാളുകളായി സംഘപരിവാര കേന്ദ്രങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ സർവകലാശാലകളെ തകർക്കുന്നതിന് വേണ്ടിയും സർവകലാശാലകളെ സംഘപരിവാർ വൽക്കരിക്കുന്നതിന് വേണ്ടിയും. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കേരള സർവകലാശാലയിലും അതേപോലെ തന്നെ കാലിക്കറ്റ് സർവകലാശാലയുടെയും സെനറ്റിലേക്ക് RSSന്റെ നേതാക്കന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് RSS പ്രതിനിധികളെ സെനറ്റിലേക്ക് എല്ലാ ചട്ടങ്ങളെയും മാനദണ്ഡങ്ങളെയും മറികടന്നുകൊണ്ട് തിരികെ കയറ്റുന്നതിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾ. ആ ശ്രമങ്ങളുടെ തുടർച്ചയിലാണ് അതിനെതിരായിട്ടുള്ള ശക്തമായ ഈ നാട്ടിലെ ജനങ്ങളുടെ മുഴുവൻ, ഈ നാട്ടിലെ വിദ്യാർത്ഥി സമൂഹത്തിന്റെ മുഴുവൻ പ്രതിഷേധം ഏറ്റെടുത്തുകൊണ്ട് സന്ധിയില്ലാത്ത സമരത്തിന് SFI നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടി തീരുമാനമെടുത്ത സമരവുമായി SFI മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ സമരത്തിന്റെ ആരംഭം മുതൽ ഈ ഘട്ടം വരെ ഏറ്റവും ജനാധിപത്യപരമായിട്ടാണ് SFI ഈ സമരത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത്. ഞങ്ങൾ ഈ ഘട്ടത്തിലും ആഗ്രഹിക്കുന്നത് ഏറ്റവും ജനാധിപത്യപരമായി തന്നെ SFIയുടെ പ്രതിഷേധം, നമ്മുടെ സർവകലാശാലകളെ സംരക്ഷിച്ചു നിർത്തുന്നതിന് വേണ്ടിയുള്ള സമരം ജനാധിപത്യപരമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ്. ഈ ഘട്ടം വരെ ഞങ്ങൾ ജനാധിപത്യപരമായ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ എല്ലാ ജനാധിപത്യ അന്തരീക്ഷങ്ങളും തകർക്കുന്നതിന് വേണ്ടി, ഈ നാട്ടിലെ ക്രമസമാധാന നിലയാകെ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകളാണ് കേരളത്തിലെ സർവകലാശാലകളുടെ ചാൻസലറുടെ നേതൃത്വത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നിരന്തരം വിദ്യാർത്ഥികൾക്കു നേരെ പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ വിവിധ ക്യാമ്പസുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളെ ആവർത്തിച്ച് ഇദ്ദേഹം അഭിസംബോധന ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്രിമിനലുകൾ എന്നുള്ള നിലക്കാണ്. ന്യായമായ ജനാധിപത്യപരമായ സമരത്തിന് നേരെ എങ്ങനെ ഒരു തേർഡ് റേറ്റ് ക്രിമിനലിന്റെ, ഒരു ഗുണ്ടാ തലവന്റെ നിലവാരത്തിൽ തെരുവിലേക്ക് ഇറങ്ങിക്കൊണ്ട് കേരളത്തിലെ സർവകലാശാലകളുടെ ചാൻസലർ പെരുമാറുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ സർവകലാശാലയിൽ രാവിലെ മുതൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്, ഞങ്ങൾ ഈ ക്യാമ്പസിനകത്ത് വിവിധ ബാനറുകൾ ഉയർത്തിയിട്ടുണ്ട്, വിവിധ പോസ്റ്ററുകൾ പതിച്ചിട്ടുണ്ട്, വിവിധ തരത്തിലുള്ള ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിനകത്തൊക്കെ SFI ഉയർത്തിയിട്ടുള്ളത് രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളാണ്. നമുക്കറിയാം, നമ്മുടെ ക്യാമ്പസുകൾ എല്ലാ കാലഘട്ടത്തിലും രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ള ക്യാമ്പസുകളാണ്. രാജ്യത്ത്, ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന അനീതികൾക്കെതിരെ നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ബാനറുകളും പോസ്റ്ററുകളും ക്യാമ്പസിന്റെ ഇടനാഴികളിലും ചുമരുകളിലും ഉണ്ടാകും. ഇപ്പോൾ ഈ ക്യാമ്പസിനകത്തേക്ക് കടന്നു വന്നാൽ ഇവിടെ SFIയുടെ മാത്രമല്ല ഇതര വിദ്യാർത്ഥി സംഘടനകളുടെ ഒക്കെ പോസ്റ്ററുകളും ബാനറുകളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. SFIയുടെ തന്നെ വിവിധ വിഷയങ്ങളില്ല, പാലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട് സമകാലിക ഇന്ത്യക്കകത്ത് നിലനിൽക്കുന്ന, ലോകത്തിനകത്ത് നിലനിൽക്കുന്ന വിവിധ വിഷയങ്ങളിലെ ബാനറുകൾ, പ്രതികരണങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. എന്നാൽ അതിൽ ചില ബാനറുകൾ, സംഘപരിവാറിനെതിരായിട്ടുള്ള ബാനറുകൾ, നിലവിൽ ചാൻസലർ എടുത്തുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ നീക്കങ്ങൾക്കെതിരായിട്ടുള്ള വിദ്യാർത്ഥികളുടെ പ്രതികരണങ്ങൾ, ഇവയെല്ലാം തന്നെ വല്ലാതെ ചാൻസലറിൽ ഭീതി ജനിപ്പിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. അദ്ദേഹം ഇന്ന് രാവിലെ മുതൽ പ്രകോപിതനായിക്കൊണ്ടിരിക്കുകയാണ് ഈ ബാനറുകളിലെ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളെ കണ്ടുകൊണ്ട്. ആ ബാനറുകൾ ഈ ദിവസങ്ങളിലെല്ലാം, ഇന്നലെയും ഇന്നുമായി കേരളത്തിന്റെ പൊതുസമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന മുദ്രാവാക്യങ്ങളാണ് ആ ബാനറിനകത്തുള്ളത്. സഭ്യതയുടെ അതിർവരമ്പുകൾ എവിടെയും ഞങ്ങൾ ആ ബാനറിലെ ഒരക്ഷരത്തിൽ പോലും ലംഘിച്ചിട്ടില്ല. ഞങ്ങൾ ഉയർത്തിയത് ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാടും രാഷ്ട്രീയ ചോദ്യങ്ങളുമാണ്. എന്നാൽ അത് അദ്ദേഹത്തെ വല്ലാതെ ഭയപ്പെടുത്തുന്നു, അത് അദ്ദേഹത്തെ വല്ലാതെ
പ്രകോപിതനാക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് 2 തവണ പ്രോട്ടോക്കോളുകളെല്ലാം ലംഘിച്ച് അദ്ദേഹം സർവകലാശാലയുടെ നിരത്തിലേക്ക് ഇറങ്ങി പോലീസിന് നേരെ കയർക്കുന്ന സാഹചര്യം ഉണ്ടായത്. എത്ര മോശമായിട്ടുള്ള നിലയിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്ത അതേ പദാവലികളുമായി ഇന്ന് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെ SP ഉൾപ്പെടെ അങ്ങേയറ്റം അശ്ലീലമായ നിലയിലുള്ള പദപ്രയോഗങ്ങളുമായി അദ്ദേഹം അഭിസംബോധന ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇവിടെ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്, ഇവിടെ പോലീസ് സംവിധാനങ്ങൾ എത്തിയിട്ടുള്ളത് അദ്ദേഹം ആവശ്യപ്പെട്ടതിൻ്റെ ഭാഗമായി അദ്ദേഹത്തിന് ആവശ്യമായ സുരക്ഷയൊരുക്കുന്നതിന് വേണ്ടിയാണ്. പോലീസുകാരെ സംബന്ധിച്ച് സുരക്ഷയൊരുക്കുക എന്ന അവരുടെ ഡ്യൂട്ടി നിർവഹിക്കുന്നതിന് വേണ്ടി വന്ന പോലീസുകാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു തരത്തിലും നിയമപരമല്ലാത്ത നിലയിൽ അദ്ദേഹം ബാനർ അടിപ്പിക്കുന്നതിനും അദ്ദേഹത്തിന് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിനു വേണ്ടി ഇവിടുത്തെ നിയമപാലകരെ അടക്കം ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ചാൻസലർ ഉപയോഗിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അങ്ങനെയാണ് ഇന്നിപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് SFIയുടെ 3 ബാനറുകൾ അഴിപ്പിക്കുന്ന സമീപനം ഉണ്ടായിട്ടുള്ളത്. ഇതിനെതിരെ ജനാധിപത്യപരമായി തന്നെ പ്രതികരിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഞങ്ങൾ ഇന്ന് ക്യാമ്പസിനകത്ത് വിവിധങ്ങളായിട്ടുള്ള ബാനറുകൾ ഈ രാത്രിയിൽ ഉയർത്തുന്നതിന് വേണ്ടിയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇന്ന് 100 കണക്കിന് ബാനറുകൾ കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൻ്റെ വിവിധ കോണുകളിൽ ഞങ്ങൾ ഉയർത്തും. ആ ബാനറുകളിൽ അത്രയും രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളായിരിക്കും. നമ്മുടെ ക്യാമ്പസുകളെ സംഘപരിവാർ വിമുക്തമായി നിലനിർത്തണം എന്നുള്ളത് കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ തീരുമാനമാണ്, അക്കാദമിക ലോകത്തിൻ്റെ തീരുമാനമാണ്. ആ തീരുമാനം നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ ഞങ്ങൾ ആവർത്തിച്ചുയർത്തിക്കൊണ്ടേയിരിക്കും. ശരി ഹർഷ, സമരത്തിന്റെ ഇടയ്ക്കാണെന്ന് എനിക്കറിയാമെങ്കിലും ദയവായി ചർച്ചയിൽ അല്പസമയം കൂടി ഹർഷ തുടരണം. ഞാൻ മടങ്ങിയെത്താം മറ്റ് അതിഥികളിലേക്ക് കൂടി പോയ ശേഷം. ശ്രീ കൃഷ്ണദാസ, ക്യാമ്പസുകളിൽ ബാനറുകളും പ്രതിഷേധ സ്വരങ്ങളും ഒക്കെ ഉയരുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. എത്രയോ കാലമായി നമ്മൾ കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രത്തിൽ അത് കാണുന്നതുമാണ്. ഇവിടെ സുരക്ഷയ്ക്ക് എത്തിയ ഉദ്യോഗസ്ഥരെ കൊണ്ട് ആ ബാനറുകൾ അഴിപ്പിക്കുന്നു, തെരുവിലിറങ്ങി വിദ്യാർത്ഥികളെ ക്രിമിനലുകളെന്നും റാസ്കലുകളെന്നും വിളിക്കുന്നു. സമനില തെറ്റിയോ ഈ ഗവർണർക്ക്? ഗവർണർക്കാണോ സമനില തെറ്റിയത്, അതോ ഈ സമരം നടത്തുന്നവർക്കാണോ സമനില തെറ്റിയത് എന്നുള്ളത് കേരളീയ സമൂഹം പരിശോധിക്കേണ്ടത്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, ഗവർണർ എന്നുള്ള നിലക്കാണെങ്കിലും ചാൻസലർ എന്നുള്ള നിലക്കാണെങ്കിലും അദ്ദേഹം എടുത്തിട്ടുള്ള നിലപാടുകൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടാണ്. കണ്ണൂർ സർവകലാശാലയുടെ വൈസ് ചാൻസലറെ നീക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധി പ്രഖ്യാപിച്ചതിന് ശേഷം ആ സർവകലാശാലയിൽ ഗവർണർ നടപടിയെടുക്കുന്നു. മറ്റ് പല സർവകലാശാലകളുടെയും വൈസ് ചാൻസലർമാർക്കെതിരെ നേരത്തെ ഉണ്ടായിട്ടുള്ള വിധികൾ, അതിന്റെ അടിസ്ഥാനത്തിൽ അവരെല്ലാം മാറി നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അപ്പൊ കേരളത്തിലെ സർവകലാശാലകളിൽ സർക്കാരിന്റെ ഇടപെടൽ, പ്രോ ചാൻസലറുടെ ഇടപെടൽ, അതിന്റെ അടിസ്ഥാനത്തിൽ തങ്ങൾ പറയുന്നത് മാത്രം നടക്കണം എന്ന് വിചാരിക്കുന്ന ഒരു വിഭാഗം ആളുകൾ അവരുടെ കയ്യൂക്കും ഗുണ്ടായുസവും കൊണ്ട് കേരളത്തിലെ ക്യാമ്പസുകളെയും സർവകലാശാലകളെയും പരിധിക്ക് നിർത്താം എന്ന് വിചാരിച്ചാൽ ശ്രീ കൃഷ്ണദാസ്, ഞാനൊന്ന് ഇടപെട്ടോട്ടെ. താങ്കൾ പറഞ്ഞു വരുന്നത് എവിടേക്കാണെന്ന് എനിക്ക് മനസ്സിലാവുന്നു, അതുകൊണ്ട് ഞാനൊന്ന് ഇടപെടുകയാണ്. നോക്കൂ, ഇവിടെ ഇപ്പോൾ ഏതെങ്കിലും വിഭാഗത്തിന്റെ ആളുകളെ മാത്രം നിയമിക്കണമെന്ന് ആരും പറഞ്ഞിട്ടില്ല. സർവകലാശാല സെനറ്റിലേക്ക് ഗവർണർ നോമിനേറ്റ് ചെയ്ത പട്ടികയിൽ തന്നെ അല്പം മുമ്പ് ആർഷോ പറഞ്ഞതുപോലെ, വസീഫ് പറഞ്ഞതുപോലെ കോൺഗ്രസുകാരും ലീഗിന്റെ പ്രതിനിധികളൊക്കെയുണ്ട്. ഇവിടെ അതൊന്നുമല്ല പ്രശ്നം. സർവകലാശാല വിഷയങ്ങളിൽ സുപ്രീം കോടതിയുടെ ഇടപെടലല്ല പ്രശ്നം. ഇവിടെ സെനറ്റിലേക്ക് ഗവർണർ നാമനിർദ്ദേശം ചെയ്ത സംഘപരിവാറുകാരാണ് പ്രശ്നം. ഇനി അത് പ്രശ്നമല്ല എന്ന് താങ്കൾക്ക് തോന്നാമായിരുന്നു. എങ്ങനെയെങ്കിൽ ആ നിയമനത്തെ ഹൈക്കോടതി ശരിവെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ. ഇവിടെ കോടതി പോലും തള്ളിപ്പറഞ്ഞ വിഷയമല്ലേ അത്. പിന്നെ എങ്ങനെയാണ് ഇനിയും ഗവർണറെ ന്യായീകരിക്കാൻ സാധിക്കുക? കോടതി അതിലെന്തെങ്കിലും ഒരു തീർച്ചപ്പെടുത്ത് നടത്തിയിട്ടുണ്ട്. 4 പേർ കോടതിയെ സമീപിച്ചുകൊണ്ട് അത് തടയണം എന്നാവശ്യപ്പെട്ടു. കോടതി അതിലൊരു സ്റ്റേ കൊടുത്തു. അതിന്റെ അടിസ്ഥാനത്തിൽ അത് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ട്. എന്തിനാണ് SFI സമരം നടത്തുന്നത്? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സമര കോലാഹലങ്ങളെല്ലാം ഗവർണർക്കെതിരെ നടത്തുന്നത്? ഗവർണർ ഒരു പ്രോസസ്സിന്റെ അടിസ്ഥാനത്തിൽ ആളുകളെ നിയമിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നു. SFIക്കാർ പറയുന്നത് പോലെയും താങ്കൾ സൂചിപ്പിച്ചതുപോലെയും അതിൽ സംഘപരിവാറുകാർ നിങ്ങൾ ആരോപിക്കുന്ന ആളുകളടക്കം എത്രയോ ആളുകൾ അതിനകത്തേക്ക് ഉൾപ്പെട്ടിട്ടുണ്ട് ആ സമിതിയിലേക്ക്. അപ്പൊ അവർക്കെതിരെ എന്താ സമരം ചെയ്യാൻ എന്താ മടിയുള്ളത്? യൂത്ത് കോൺഗ്രസ്സുകാരും ലീഗുകാരും ഒക്കെ ഉണ്ടെങ്കിൽ അവരെ മാറ്റി നിർത്തണം എന്നെന്താ ആവശ്യപ്പെടാത്തത്? അപ്പൊ നിയമനം നടത്തിയതിലല്ല ഇവർക്ക് പരാതിയുള്ളത്. ഇവർക്ക് പരാതിയുള്ളതും ആക്ഷേപമുള്ളതും അതിൽ ഒരു വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് മാത്രമാണ്. ആ വിഭാഗം ഈ രാജ്യത്ത് അസ്പർശരാണെന്നാണോ ഈ SFI കൂട്ടങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? അവരെന്താ ധരിച്ചിരിക്കുന്നത്? ഈ രാജ്യത്ത് മാറ്റി നിർത്തപ്പെടേണ്ടവരാണ്, അവരെല്ലാം മാറ്റി നിർത്തിയാൽ മാത്രമേ ഈ രാജ്യത്ത് എന്തെങ്കിലും നടക്കുമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഈ കേരളത്തിലെ ഉപമണ്ഡൂകങ്ങൾക്ക്
ഈ തരത്തിൽ ആലോചിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾക്ക് എന്താ പറയാൻ വേണ്ടി കഴിയുക? ഈ തരത്തിൽ ആലോചിച്ചുകൊണ്ട് പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും എല്ലാം ഭരണം നടത്തിയത് കൊണ്ടാണ് ഇപ്പൊ കേരളത്തിലേക്ക് മാത്രമായി പറഞ്ഞു പോകല്ലേ. നോക്കൂ, ഇവിടെ ഏതെങ്കിലും തരത്തിൽ സംഘപരിവാറുകാർ മാറ്റി നിർത്തപ്പെടേണ്ടവരാണോ എന്ന് താങ്കൾ ചോദിച്ചു. ജനാധിപത്യവാദികളുടെ ഉത്തരം ആണ് എന്ന് തന്നെയാണ്. തൊട്ടുകൂടാൻ സാധിക്കാത്ത വർഗമാണ്, കാരണം വർഗീയത പരത്തുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ. ഇനി നോക്കൂ, ഇപ്പോൾ NCERT ഉൾപ്പെടെയുള്ള സമിതികളിൽ ഏത് നിലയിലാണ് പാഠപുസ്തകങ്ങളിലടക്കം ശുപാർശകൾ നടക്കുന്നത് നമ്മൾ കാണുന്നതല്ലേ. രാജ്യത്തിന് തന്നെ ചരിത്രം വളച്ചൊടിച്ച് മുന്നിലേക്ക് പോകുന്ന ഒരു വിഭാഗം, അവർ ഈ സർവകലാശാല സെനറ്റിലേക്കും സർവകലാശാലകളുടെ തലപ്പത്തിലേക്കും വരുമ്പോൾ ജനാധിപത്യവാദികൾ പേടിക്കും, അതിനെതിരെ സമരം ചെയ്യും. കോൺഗ്രസ് MSF വരുന്നത് പോലെയല്ല സംഘപരിവാറുകാരെ ഒരു സംഘപരിവാറിന്റെ നോമിനിയായ ഗവർണർ നാമനിർദ്ദേശം ചെയ്യുന്നത്. അതിൽ പ്രശ്നമുണ്ട്. അവിടെയാണ് SFI പോലൊരു സംഘടന സമരവുമായി മുന്നോട്ട് വരുന്നത്. കേൾക്കാമോ ഞാൻ പറയുന്നത്? കേൾക്കാം കൃഷ്ണദാസ്, പറഞ്ഞോളൂ. അങ്ങയുടെ മനസ്സും വാക്കും വായിക്കാൻ എനിക്ക് കഴിയുന്നില്ല. അതുകൊണ്ടാണല്ലോ അങ്ങ് നേരത്തെ സൂചിപ്പിച്ചത് സംഘപരിവാറുകളെ മാറ്റി നിർത്തേണ്ടവരാണ് എന്നുള്ളത്. ഈ രാജ്യത്തിന്റെ ഭരണം കൈയാളുന്ന പാർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ആളുകളെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്. അല്ലാതെ നിങ്ങൾ കേരളത്തിലിരുന്നുകൊണ്ട് 10-60 MLA-മാരുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളെ കുറിച്ചല്ല. 4000-ലധികം MLA-മാരും 300-ലധികം MP-മാരും 8-10 സംസ്ഥാനങ്ങൾ ഒറ്റക്ക് ഭരിക്കുകയും ചെയ്യുന്ന ഒരു പാർട്ടിയെ കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ രാജ്യത്തിന്റെ മനസ്സ് കാണാൻ കഴിയുന്നില്ല. നിങ്ങൾ കാണാൻ കഴിയുന്നത് ഏതോ 8-10 ആളുകളുടെ ബലത്തിൽ നിൽക്കുന്ന ചില അക്രമിക്കൂട്ടങ്ങൾ കാണിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് മാത്രമാണെങ്കിൽ എനിക്ക് പ്രത്യേകിച്ച് അതിലൊന്നും കാണാൻ വേണ്ടി കഴിയുന്നില്ല. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, ഞാനൊരു സ്റ്റാൻഡ് ഇതിൽ പറയുന്നത്, SFIക്ക് എന്താ ഇതിൽ അധികാരം? ബഹുമാനപ്പെട്ട സുപ്രീം കോടതി സർവകലാശാലകളുടെ ഭരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാരുകൾക്ക് ഒരവകാശവുമില്ല എന്ന് കണ്ണൂർ സർവകലാശാലയുടെ VC നീക്കിക്കൊണ്ട് പറഞ്ഞു. ചാൻസലർക്ക് മാത്രമല്ല, സർക്കാരിനും ചാൻസലറുടെ അധികാരത്തിൽ ഇടപെടാൻ, സർവകലാശാലകളുടെ അധികാരത്തിൽ ഇടപെടാൻ, ഗവർണറുടെ അധികാരത്തിൽ ഇടപെടാൻ, എന്ന് പറഞ്ഞാൽ ചാൻസലറുടെ അധികാരത്തിൽ ഇടപെടാൻ. പ്രോ ചാൻസലർ മാത്രമല്ല, സർക്കാരിലെ ഒരു ഘടകത്തിനും അവകാശമില്ല എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. അത് ആ സർവകലാശാലയിൽ വൈസ് ചാൻസലറെ നിയമിച്ചത് ഏതെങ്കിലും സമ്മർദ്ദത്തിന് വശംവദനായിട്ടാണെങ്കിൽ അത് മറികടക്കേണ്ട ആളായിരുന്നു ചാൻസലർ എന്ന് സുപ്രീം കോടതി പറയുന്ന സാഹചര്യം ഉണ്ടായി. ഇപ്പൊ ഇവരെന്താ ധരിച്ചിരിക്കുന്നത്? ഏതോ കുറച്ച് ആളുകൾ വന്ന് കുറച്ച് ഗുണ്ടായുസം കാണിച്ച് അവിടെ നിന്ന് പ്രകടനം നടത്തി കുറച്ച് ബാനർ ഉയർത്തി പ്രതിഷേധിച്ചാൽ ഈ കേരളത്തിന്റെ ഗവർണർ പേടിച്ചോടും. നേരത്തെയും ആ തരത്തിൽ പല പേടിപ്പിക്കലുകളും നടന്നിട്ടുണ്ട്. കേരളത്തിൽ നേരത്തെ ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസിനെ പേടിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടന്നിട്ടുണ്ട്. നേരത്തെയും രാം ദുലാരി സിൻഹ എന്ന് പറയുന്ന ഒരു ഗവർണറെ ഈ തരത്തിൽ പേടിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പൊ കേരളത്തിന്റെ മണ്ണിൽ അങ്ങനെ പേടിപ്പിക്കാം എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ വാചകം നിങ്ങൾ കേട്ടതല്ലേ? നിങ്ങളൊരു മാധ്യമപ്രവർത്തകൻ എന്ന നിലക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുന്നതാണ് വിചാരിക്കുന്നത്. കണ്ണൂരിന്റെ ചരിത്രം ഗവർണർക്ക് അറിയില്ല എന്നാ പറഞ്ഞത്. എന്താ അദ്ദേഹം ഉദ്ദേശിച്ചത്? കണ്ണൂരിന്റെ നല്ല ചരിത്രത്തെ കുറിച്ചാണോ, കണ്ണൂരിന്റെ മറ്റേതെങ്കിലും ചരിത്രത്തെ കുറിച്ചാണോ? അപ്പൊ ഇതെല്ലാം ഒരു ഭീഷണിയാണ്, ഒരു ഗുണ്ടായുസത്തിന്റെ ഭീഷണിയാണ്. എന്തായാലും ഗവർണർ പറഞ്ഞ ബ്ലഡി ഹിസ്റ്ററിയെ കുറിച്ചല്ല മുഖ്യമന്ത്രി പറഞ്ഞത് എന്നുള്ളത് വ്യക്തമാണ്. ഒന്ന്. ഇനി രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ സംഘപരിവാറുകാരെ നോമിനേറ്റ് ചെയ്യുന്നത് എല്ലാ ചട്ടങ്ങളും മാനദണ്ഡങ്ങളും ലംഘിച്ചാണ് എന്നുള്ളത് കൂടി ഞാൻ താങ്കളെ ഓർമ്മിപ്പിക്കുകയാണ്. ജിൻഡോ അല്പം നേരം ദയവായി തുടരണം. ഞാൻ ജിൻഡോയിലേക്ക് വരാം. ആർഷോയ്ക്ക് പോകേണ്ടതുണ്ട് എന്ന് അറിയിക്കുന്നുണ്ട്. ആർഷോ സമരത്തിലാണ്, അതുകൊണ്ട് ഞാൻ ആർഷോയിലേക്ക് ഒരിക്കൽ കൂടി പോകുന്നു. ആർഷോ, നിരവധിയായ ഇടങ്ങളിൽ ഭരിക്കുന്ന ഭരണത്തിന്റെ തലപ്പത്തുള്ള BJP എന്ന RSS എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അതിനോട് ചേർന്ന് നിൽക്കുന്നവരെയാണ് ഗവർണർ ഈ സർവകലാശാലകളിലേക്ക് നോമിനേറ്റ് ചെയ്തത്. അത് പൂർണ്ണമായും ഗവർണറുടെ അധികാരമാണ്. അതിൽ സമരം ചെയ്യാൻ SFI ഉൾപ്പെടെയുള്ള സംഘടനകൾക്ക് എന്ത് അധികാരം എന്നുള്ളതാണ് BJPയുടെ ചോദ്യം. ഇതിൽ BJPയുടെ പ്രതിനിധി പറഞ്ഞുകൊണ്ടിരുന്നത്, അവസാനം അദ്ദേഹം അവസാനിപ്പിച്ചത് ഈ ബാനറുകൾ കെട്ടി ഗവർണറെ അല്ലെങ്കിൽ ചാൻസലറെ ഭയപ്പെടുത്താൻ കഴിയുമെന്നാണോ നിങ്ങൾ ധരിച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇന്ന് രാവിലെ മുതൽ ഈ സമയം വരെ, ഈ രാത്രി ഇരുട്ടിക്കൊണ്ടിരിക്കുന്ന സമയം വരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ സർവകലാശാലകളുടെ ചാൻസലർ SFI ഉയർത്തിയ 3 ബാനറുകളെ ഏതെല്ലാം വിധത്തിലാണ് ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ഭയപ്പെട്ട് മാനസിക നില തെറ്റി എല്ലാ പ്രോട്ടോക്കോളുകളും ലംഘിച്ച് തെരുവിലേക്ക് ഇറങ്ങുന്ന നിലയിലേക്ക് വരെ അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ എത്തി നിൽക്കുന്ന കാഴ്ച ഈ സമയങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി അദ്ദേഹം ആവർത്തിച്ചു പറയുന്നുണ്ട് SFIക്ക് എന്ത് കാര്യം,
അദ്ദേഹം ചോദിക്കുകയാണ്, അങ്ങനെ മാറ്റി നിർത്തേണ്ടുന്ന ആളുകളാണ് RSS എന്ന് നിങ്ങൾ കരുതിയോ എന്നുള്ളതിനെ സംബന്ധിച്ച്. സർ, കേരളത്തിലെ മുഴുവൻ ജനതയും അങ്ങനെ മാറ്റി നിർത്തപ്പെടേണ്ടുന്ന ആളുകളാണ് RSSന്റെ വിഷം വമിപ്പിക്കുന്ന രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം ശിരസിൽ പേറിക്കൊണ്ട് നടക്കുന്ന ആളുകൾക്ക് കേരളത്തിൻ്റെ മണ്ണിലിടമില്ല എന്ന് പ്രഖ്യാപിച്ചു നിങ്ങളുടെ അവസാനത്തെ അക്കൗണ്ടും ക്ലോസ് ചെയ്ത് ഈ മണ്ണിൽ നിന്ന് നിങ്ങളെ പുറത്ത് നിർത്തിയതിൻ്റെ അനുഭവം നിങ്ങളുടെ മുൻപിലുണ്ടാകുമല്ലോ. അതാണ് കേരളത്തിൻ്റെ മണ്ണ്. RSSന്റെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം വെറുപ്പിൻ്റെതാണ്, അത് മതവിദ്വേഷത്തിൻ്റെതാണ്, അത് മതവെറിയുടേതാണ് എന്ന് നല്ല ബോധ്യമുള്ള രാഷ്ട്രീയ ധാരണയുള്ള മനുഷ്യരാണ് കേരളത്തിലെ ജനത എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി അങ്ങ് തയ്യാറാകണം. ഇനി അങ്ങ് ഒരുപാട് തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമം നടത്തി. സർവകലാശാലകൾക്കകത്തുള്ള ചാൻസലറുടെ ഇടപെടൽ അത്രയും ഈ 2 സെനറ്റിലേക്കുള്ള നോമിനേഷനുമായി ബന്ധപ്പെട്ട് ചാൻസലറുടെ ഇടപെടൽ എന്തോ സർവകലാശാലകളെ സംരക്ഷിച്ചു നിർത്താനുള്ളതാണ് എന്ന് ധ്വനിപ്പിക്കുന്ന നിലയിലായിരുന്നു അങ്ങയുടെ വാദം. എനിക്ക് സൂചിപ്പിക്കാനുള്ളത് 2 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ സെനറ്റിനകത്തേക്ക് എല്ലാ സർവകലാശാലകളുടെയും സെനറ്റിലേക്ക് 2 തരത്തിലാണ് അംഗങ്ങൾ എത്തിച്ചേരുക. ഒന്ന്, ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പിലൂടെ വിവിധ മണ്ഡലങ്ങളിൽ. നമ്മുടെ കേരളത്തിലെ സർവകലാശാല സെനറ്റുകളുടെ പ്രത്യേകത എന്നുള്ളത് എല്ലാ മണ്ഡലത്തിൽ നിന്നുമുള്ള മനുഷ്യർ ആ സെനറ്റിനകത്തുണ്ടാകും. സമൂഹത്തിൻ്റെ പരിചയമാകും. അതിനകത്ത് വിദ്യാർത്ഥികളുണ്ടാകും, അധ്യാപകരുണ്ടാകും, സ്കൂൾ അധ്യാപകരുണ്ടാകും, ജനപ്രതിനിധികളുണ്ടാകും, തൊഴിലാളി യൂണിയനുകളുടെ പ്രതിനിധികളുണ്ടാകും. അങ്ങനെ വിവിധ മേഖലകൾ, വിദ്യാഭ്യാസ മേഖല ഏറ്റവും മികച്ച നിലയിൽ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ മനുഷ്യരെയും ഉൾക്കൊള്ളിക്കുന്ന നിലയിലാണ് നമ്മുടെ സെനറ്റുകൾ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ആ സെനറ്റിലേക്ക് ഒരു വിഭാഗം ആളുകൾ എത്തുന്നത് തെരഞ്ഞെടുപ്പിലൂടെയാണ്. ഓരോ മണ്ഡലത്തിലും തെരഞ്ഞെടുപ്പ് നടത്തി. കേരളത്തിന് അഭിമാനത്തോടെ പറയാം, ഇന്ന് ഈ നിമിഷം വരെ കേരളത്തെ ഒരു സർവകലാശാലയുടെയും സെനറ്റിലേക്ക് തെരഞ്ഞെടുപ്പിലൂടെ ഒരൊറ്റ RSSകാരനെ അടുപ്പിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ പൊതുസമൂഹം തയ്യാറായിട്ടില്ല. ജനാധിപത്യപരമായി തെരഞ്ഞെടുപ്പിലൂടെ ഒരൊറ്റ RSS പ്രതിനിധിയെ സെനറ്റിലെത്തിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് കഴിയില്ല. രണ്ടാമത്തെ വിഭാഗം സെനറ്റിലേക്ക് എത്തുക ചാൻസലറുടെ നോമിനേഷനിലൂടെയാണ്. ചാൻസലറെ സംബന്ധിച്ച് നമുക്കറിയാം, കേരളത്തിലെ സർവകലാശാലകളിലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച്, മുഴുവൻ അധ്യാപകരെ സംബന്ധിച്ച്, അല്ലെങ്കിൽ സർവകലാശാല മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ആളുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദവിവരങ്ങൾ ചാൻസലറെ സംബന്ധിച്ച് അറിയുക എന്നുള്ളത് പ്രയാസകരമായിട്ടുള്ള സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ തുടർന്നു വരുന്ന കീഴ്വഴക്കം സർവകലാശാലകൾ ആവശ്യപ്പെടും. ഈ ലിസ്റ്റിലേക്ക് ഒന്നിലധികം ആളുകളുടെ നിർദ്ദേശം സർവകലാശാലകൾ നൽകുന്നതിന് വേണ്ടി ഇത്തവണയും സർവകലാശാലകളോട് ചാൻസലർ ആവശ്യപ്പെട്ടു ലിസ്റ്റ് കൊടുക്കുന്നതിന് വേണ്ടി. വൈവിധ്യമാർന്ന പരിശോധനകൾ നടത്തി ഏറ്റവും പ്രഗത്ഭരായ ആളുകളുടെ ലിസ്റ്റ് സർവകലാശാലകൾ ചാൻസലർക്ക് അയച്ചു. എന്നാൽ ആ ലിസ്റ്റുകൾ പൂർണ്ണമായി വെട്ടിമാറ്റുന്നിടത്താണ് ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, അത് വെട്ടിമാറ്റി ഒരു തരത്തിലുള്ള മാനദണ്ഡങ്ങളും പാലിക്കാതെ ഒരു യോഗ്യതകളുമില്ലാത്ത ഒരു പറ്റം RSSകാരെ ഇതിനകത്തേക്ക് തിരികെ കയറ്റുന്നതിന് വേണ്ടി ശ്രമമുണ്ടാകുന്നു. അതാണ് ഇന്ന് കാലിക്കറ്റ് സർവകലാശാലയിലും കേരള സർവകലാശാലയിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇവർ പറയുന്ന യോഗ്യത? എന്തെങ്കിലും അക്കാദമിക് മെറിറ്റ് ആണോ? ഇപ്പോൾ 4 വിദ്യാർത്ഥികളുടെ നോമിനേഷൻ നിലവിൽ ഹൈക്കോടതി സ്റ്റേ ചെയ്യുന്ന നിലയുണ്ടായി. എന്താ കാരണം? സർവകലാശാല നിർദ്ദേശിച്ച വിദ്യാർത്ഥികൾ വിവിധ വിഷയങ്ങളിൽ 1ാം റാങ്കോടുകൂടി സർവകലാശാലകളുടെ പരീക്ഷകളെ നേരിട്ട് വിജയിച്ച 1ാം റാങ്ക് നേടിയ റാങ്ക് ജേതാക്കളാകുന്നു. സർവകലാശാല നിർദ്ദേശിച്ചത് കലാപ്രതിഭകളും കായിക രംഗത്തെ നിരവധിയായ ദേശീയ അന്തർദേശീയ മത്സരങ്ങളിലെ മെഡൽ ജേതാക്കളുമാകുമ്പോൾ ഇവരെ മാറ്റി നിർത്തിക്കൊണ്ട് ഇദ്ദേഹം പകരം നോമിനേറ്റ് ചെയ്യുന്നത് പരീക്ഷ എഴുതി റിസൾട്ട് പോലും വന്നിട്ടില്ലാത്ത, വന്ന റിസൾട്ടിൽ B ഗ്രേഡും C ഗ്രേഡുമുള്ള സർവകലാശാല കലോത്സവം നടക്കുമ്പോൾ ആ കലോത്സവ ഗ്രൗണ്ടിലൂടെ വെറുതെ ഒന്ന് നടന്നു എന്നുള്ളത് മാത്രം യോഗ്യതയായിട്ടുള്ള ഒരു പറ്റം ABVPയുടെ യൂണിറ്റ് പ്രസിഡന്റുമാർ, ഒരു പറ്റം RSS നേതാക്കന്മാർ. തിരുവനന്തപുരത്ത് കേരള സർവകലാശാല സെനറ്റിലേക്ക് ഒരു നോമിനേഷൻ നടന്നു. മുൻകാലങ്ങളിൽ തിരുവനന്തപുരം നഗരത്തിൽ ഒരു SFI നേതാവിനെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടി RSS ക്രിമിനലുകൾ കടന്നു വന്ന് അദ്ദേഹത്തെ കിട്ടാത്തതിനു പകരം അദ്ദേഹത്തിൻ്റെ പിതാവ് നാരായണൻ നായരെ ഭാര്യയുടെ മുന്നിലിട്ട് അതിക്രൂരമാമിതം വെട്ടിക്കൊലപ്പെടുത്തി. ആ കൊലപാതകി ഇന്ന് തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു ജയിലിൽ കഴിയുക. ആ കൊലപാതകയുടെ ഭാര്യ ചാൻസലറുടെ പ്രതിനിധിയായി സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടുന്നു. ഇങ്ങനെ ഒരു സംഘം RSS ക്രിമിനലുകളെ കൊണ്ടിരുത്താനുള്ളതല്ല സർവകലാശാലകളുടെ ഭരണസമിതികൾ എന്ന രാഷ്ട്രീയ ധാരണയുടെ പുറത്താണ് SFI
സമരം ചെയ്തിട്ടുള്ളത്. അദ്ദേഹം ചോദിക്കുക, ആരാ SFIക്ക് സമരം ചെയ്യാൻ അധികാരം കൊടുത്തത്, സമരം ചെയ്യാൻ SFI ആരാണ് എന്നുള്ളത്. SFIയുടെ സമരചരിത്രത്തെക്കുറിച്ച് ബഹുമാന്യനായ സഹ പാനലിസ്റ്റിന് ധാരണയില്ലാത്തതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ സർവകലാശാലകളെ ഈ വിധത്തിൽ തകർക്കാൻ, കാവ്യവൽക്കരിക്കാൻ, സംഘപരിവാർ കേന്ദ്രങ്ങളാക്കാൻ അനുവദിക്കില്ല എന്ന രാഷ്ട്രീയ നിലപാട് ഉയർത്തിക്കൊണ്ട് നിരന്തരം സമരസപ്പെടാതെ മുന്നോട്ട് പോകുന്ന ഒരുപറ്റം വിദ്യാർത്ഥികളുടെ സംഘടനയായ SFI ഞങ്ങൾ സമരം ചെയ്യും അവസാന നിമിഷം വരെ. അദ്ദേഹം ചോദിക്കുന്നു, ഇതിനോടൊപ്പം കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും നേതാക്കന്മാരുണ്ടല്ലോ, അതിനെതിരെ എന്തേ SFIക്ക് പ്രതിഷേധമില്ലാത്തതെന്ന് ഞങ്ങൾ ഈ സമരത്തിൻ്റെ എല്ലാ ഘട്ടത്തിലും സൂചിപ്പിച്ചു. എങ്ങനെ ഇപ്പോൾ AICCയുടെ ജനറൽ സെക്രട്ടറി ബഹുമാന്യനായ KC വേണുഗോപാൽ ഉൾപ്പെടെ പറഞ്ഞു, SFI പറഞ്ഞ അതേ അഭിപ്രായം RSSന്റെ കേന്ദ്രത്തിൽ നിന്നും BJPയുടെ ഓഫീസിൽ നിന്നുമാണ് ആരിഫ് ഖാന്റെ ചാൻസലറുടെ ടേബിളിലേക്ക് ഈ സെനറ്റ് അംഗങ്ങളുടെ ലിസ്റ്റ് എത്തിയിട്ടുള്ളത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങൾ ഈ നാട്ടിലെ കോൺഗ്രസിനോടും ലീഗിനോടും ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. അങ്ങനെ BJP ഓഫീസിൽ നിന്ന് പോയ ലിസ്റ്റിനകത്ത് എങ്ങനെ കാലിക്കറ്റ് സർവകലാശാലയിൽ 7 UDF അംഗങ്ങൾ ഉൾപ്പെട്ടു, കേരള സർവകലാശാലയിൽ 2 കോൺഗ്രസ് അംഗങ്ങൾ ഉൾപ്പെട്ടു? അത് നിങ്ങളുടെ അറിവോടുകൂടി അല്ലെങ്കിൽ ഈ നിലയിൽ ഒന്നുകിൽ അത് നിങ്ങൾ RSSന്റെ കാര്യാലയത്തിൽ BJPയുടെ ഓഫീസിൽ ഈ നാട്ടിലെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ ലിസ്റ്റ് കൊണ്ടുപോയി കൊടുത്തു കാണണം, അല്ലെങ്കിൽ നിങ്ങളുടെ അറിവോടുകൂടി അല്ലായിരിക്കാം സംഭവിച്ചത്. അങ്ങനെ നിങ്ങളുടെ അറിവോടുകൂടി അല്ലെങ്കിൽ ഈ കാവ്യവൽക്കരണ നയത്തിനെതിരെ നിങ്ങൾക്ക് നിലപാടുണ്ടെങ്കിൽ ഈ നാട്ടിലെ UDF സംവിധാനങ്ങൾ ചെയ്യേണ്ടത് ഈ കാവ്യവൽക്കരണ അജണ്ട സെറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് വെക്കപ്പെട്ട സെനറ്റ് ലിസ്റ്റിൽ തങ്ങളുടെ അംഗങ്ങളുണ്ടെങ്കിൽ, തങ്ങളുടെ നേതാക്കളുണ്ടെങ്കിൽ ജനാധിപത്യത്തെ, മതനിരപേക്ഷതയെ, സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സെനറ്റ് അംഗത്വം രാജിവെച്ചുകൊണ്ട് സംഘപരിവാറിനെതിരായിട്ടുള്ള സമരത്തിൻ്റെ പാതയിലേക്ക്, സമരഭൂമികയിലേക്ക് ഈ നാട്ടിലെ UDF ഇറങ്ങി വരാൻ വേണ്ടി തയ്യാറാകണം. അതല്ലാത്ത പക്ഷം ഈ നാട്ടിൽ കോൺഗ്രസ് പ്രതിയുടെ മറുപടി എനിക്ക് ആവശ്യമുണ്ട്. ആർഷോ ഒന്ന് തുടരണം. ഞാൻ വളരെ വേഗം ആർഷോയിലേക്ക് മടങ്ങിയെത്തും. ജിൻഡോ, ആർഷോയ്ക്ക് പോകണമെന്ന് പറയുന്നത് കൊണ്ടാണ് ഞാൻ ആർഷോ പറയുന്നത് മുഴുവൻ കേൾക്കുന്നത്. കാരണം അവർ സമരത്തിനിടയ്ക്കാണ്. ജിൻഡോയ്ക്ക് ആ സാഹചര്യം മനസ്സിലാകുമല്ലോ. ഇവിടെ ഇപ്പോൾ ആർഷോ ഏറ്റവും അവസാനമായി ഉന്നയിച്ച വാദം നോക്കൂ. ചോദ്യം ഞാൻ ആവർത്തിക്കുന്നില്ല. ജിൻഡോ അതിൽ മറുപടി പറയുക. ബാക്കി വിഷയങ്ങളിലേക്ക് നമുക്ക് അതിന് ശേഷം വരാം. ഇല്ല ആസിത, ഞാൻ എല്ലാത്തിനും കൂടി അവസാനം മറുപടി പറഞ്ഞോളാം. ആർഷോ പോയി സമരം ചെയ്യട്ടെ, ആർഷോയ്ക്ക് പറഞ്ഞു തീർത്തതിന് ശേഷം ഞാൻ സംസാരിക്കാം. ശരി, ഞാൻ ജിൻഡോയിലേക്ക് വരാം. ആർഷോ, ഒരു കാര്യം കൂടി. ഇപ്പോൾ രാജ്ഭവൻ പുറത്തിറക്കിയ ഒരു പ്രസ് റിലീസിൽ പറയുന്നത് മുഖ്യമന്ത്രിയുടെ അറിവോട് കൂടിയാണ് ഇതൊക്കെയും നടക്കുന്നത്, SFIയുടെ സമരം ഒക്കെയും നടക്കുന്നത്, മുഖ്യമന്ത്രിയും മറ്റ് സംവിധാനങ്ങളും നിങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകുന്നുണ്ട് എന്നുള്ളതാണ്. ഇന്നിപ്പോൾ ഈ ബാനർ അഴിപ്പിക്കുന്നുണ്ട് ഗവർണർ. നാളെ സർവകലാശാലയിൽ പ്രതിഷേധം തുടരുമെന്ന് SFI മുൻപ് തന്നെ അറിയിക്കുകയും ചെയ്തിരുന്നു. ഏത് നിലയിലാണ് ഇനി മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്? കേരളത്തിൽ ജനാധിപത്യ വിശ്വാസികളായ മുഴുവൻ മനുഷ്യരും, കേരളത്തിൽ RSSനെതിരെ രാഷ്ട്രീയ നിലപാടുള്ള മുഴുവൻ മനുഷ്യരും ഞങ്ങളുടെ സമരത്തെ പിന്തുണയ്ക്കും എന്നതിൽ ഞങ്ങൾക്ക് തർക്കമില്ല. ഞങ്ങൾ SFIയെ സംബന്ധിച്ച് SFI തീരുമാനമെടുത്തിട്ടുള്ള സമരമാണ്. SFIയെ സംബന്ധിച്ച് ഞങ്ങളൊരു സ്വതന്ത്ര വിദ്യാർത്ഥി സംഘടനയാണ്. ഞങ്ങൾക്കകത്ത് ഈ പറഞ്ഞ പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെമ്പർമാരായിട്ടുള്ള അംഗങ്ങൾ ഉൾപ്പെടെ ഞങ്ങളുടെ സംഘടനയ്ക്കകത്തുണ്ടാകും. എന്നാൽ ഞങ്ങളൊരു സ്വതന്ത്ര സംഘടനയാണ്. ഞങ്ങളുടെ സംഘടനാ സംവിധാനം നിശ്ചയിച്ചുറപ്പിച്ചിട്ടുള്ള സമരമാണിത്. ആ സമരം ഞങ്ങൾ കരുത്തോടെ മുന്നോട്ട് കൊണ്ടുപോകും. ഈ സമരത്തിനകത്ത് മുഴുവൻ ജനങ്ങളുടെയും പിന്തുണ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഇത് കേരളത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള സമരമാണ്. ഈ സമരം RSSന് എതിരായിട്ടുള്ള സമരമാണ്. ഇത് നമ്മുടെ സർവകലാശാലകളെ സംരക്ഷിച്ചു നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സമരമാണ്. ആ സമരം ഞങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. ആ സമരത്തിനകത്ത് മുഖ്യമന്ത്രി ഞങ്ങളെ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷം. മുഖ്യമന്ത്രി മാത്രമല്ല, ജനാധിപത്യ വിശ്വാസികളായ മുഴുവൻ മനുഷ്യരും ഞങ്ങളുടെ സമരത്തിനോടൊപ്പം ഉണ്ടാകും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കോൺഗ്രസിന്റെ പാനലിസ്റ്റ് ആയിട്ടുള്ള ജിൻഡോ ഉൾപ്പെടെയുള്ള ആളുകൾ മതനിരപേക്ഷതയുടെ ചേരിയിലാണെങ്കിൽ ഞങ്ങളുടെ സമരത്തോടൊപ്പം അണിനിരക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ സമരം തുടരുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. PM ആർഷോയാണ് കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. ആർഷോയ്ക്ക് തിരക്കുണ്ട് എന്ന് ആർഷോ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തൽക്കാലം ആർഷോ ഈ ചർച്ചയിൽ നിന്നും പിന്തിരിയുക കൂടിയാണ്. ഞാൻ ജിൻഡോയിലേക്ക് വരുന്നു. ജിൻഡോ, ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം ഇനിയിപ്പോൾ അതവിടെ നിൽക്കട്ടെ. നമുക്ക് ഇതിനൊരു നടപടിക്രമം ഉണ്ടല്ലോ. ജിൻഡോ, നോക്കൂ, ഇവിടെ ഇപ്പോൾ സർവകലാശാല സെനറ്റിലേക്ക് RSSകാരെ, സംഘപരിവാറുകാരെ നോമിനേറ്റ് ചെയ്ത ഗവർണറുടെ നടപടിക്കെതിരെയാണ് SFIയുടെ സമരം. ആ വിഷയത്തിന്റെ മെറിറ്റ് അതാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് വരാം. ആ വിഷയത്തിൽ എന്താണ് UDFന്റെ, കോൺഗ്രസിന്റെ നിലപാട്?
അസിത, ഞാൻ അങ്ങനെ ആ ഒരു വിഷയത്തിൽ മാത്രം പറയാൻ പറ്റില്ല. ഞാൻ അതിനെക്കുറിച്ച് പറയും ഉറപ്പായിട്ടും. പക്ഷേ അതിനു മുമ്പ് എനിക്ക് ഒരു കാര്യം പറയണം. ഇന്ന് ഞാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പത്രക്കാരോട് പറഞ്ഞ 1-2 വാചകങ്ങളുണ്ട്. രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ വന്ന ആളാണല്ലോ ഗവർണറും. അങ്ങനെയുള്ള ഒരാൾക്ക് എങ്ങനെയാണ് പ്രതിഷേധക്കാർക്ക് നേരെ ഇത്രയും മോശമായ രീതിയിൽ പ്രതികരിക്കാനാവുക? ഈ വാചകങ്ങൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കും ബാധകമാണ്. ഇനി അടുത്ത അദ്ദേഹത്തിൻ്റെ സെൻറ്റൻസ്, സ്വാഭാവിക പ്രതിഷേധം ക്ഷണിച്ചു വരുത്തുകയാണ് ഗവർണർ ചെയ്യുന്നത്. കരിങ്കൊടി കാണിക്കുന്നവരെ ശാരീരികമായി നേരിടുകയാണോ ചെയ്യേണ്ടതെന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. ഈ പറഞ്ഞതൊക്കെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കും ബാധകമാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അടുത്തതിലേക്ക് വരട്ടെ. അസിതയുടെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. കണ്ണൂരിലെ രക്തരൂക്ഷിതമായിട്ടുള്ള സമരത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടാണ് അസിത തുടങ്ങിയത്. സംഘപരിവാർ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്തതിൻ്റെ ചരിത്രമൊക്കെ പറഞ്ഞു. 100% ഞാൻ യോജിക്കുന്നു. പക്ഷേ അതോടൊപ്പം ക്വിറ്റ് ഇന്ത്യ സമരത്തെ ഒറ്റുകൊടുത്ത ആളുകളെ കൂടി നമ്മൾ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് വേണം ചർച്ച തുടങ്ങാൻ. ഇനി താങ്കൾ പറഞ്ഞ കാര്യമുണ്ട്. ഗവർണർ ഈ പറഞ്ഞ സെനറ്റിലേക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ അദ്ദേഹത്തിൻ്റെ ശുപാർശ, അദ്ദേഹത്തിൻ്റെ ഇതിൽപ്പെട്ട ആളുകൾ, സംഘപരിവാറിൻ്റെ ആളുകൾ തിരികെ കയറ്റുന്നു എന്നുള്ളതിലാണ് നമ്മുടെ ആക്ഷേപം. ഞാൻ ചോദിക്കട്ടെ, ഈ ഗവർണർക്കെതിരെ SFIയുടെ പ്രതിഷേധം എപ്പോഴാണ് വന്നത്? ഇപ്പോഴല്ലേ? ഈ ഗവർണർക്കെതിരെ CPMൻ്റെ പ്രതിഷേധം എപ്പോഴാണ്? ഇപ്പോഴല്ലേ? ഈ ഗവർണർക്കെതിരെ ഗവർണർ ഗോ ബാക്ക് എന്ന് ആദ്യം മുദ്രാവാക്യം വിളിച്ചത് UDF ആണ്. അത് കേരളത്തിൻ്റെ നിയമസഭയ്ക്കകത്താണ്. അന്ന് ഗവർണർക്കെതിരെ പ്രമേയം അവതരിപ്പിക്കാൻ കൊണ്ടുവന്നപ്പോൾ അതിനെ അനുവദിക്കാതിരുന്നു കൊണ്ട് CPMൻ്റെ ഉന്നതനായിട്ടുള്ള നേതാവ് AK ബാലൻ പറഞ്ഞത് പ്രമേയം അവതരിപ്പിക്കാനായിട്ടുള്ള എല്ലാ ശ്രമത്തെയും ഞങ്ങൾ തടഞ്ഞു. അത് AK ബാലൻ അന്ന് പറഞ്ഞത് 2020 ജനുവരി 29 പറഞ്ഞതാണ്. അതിനുശേഷം ഗവർണറും സർക്കാരും തമ്മിൽ പോരുണ്ടെന്ന് വരുത്തി തീർക്കാൻ പ്രതിപക്ഷം ശ്രമിച്ചു. അത് ഞങ്ങൾ പൊളിച്ചു. എപ്പോഴാണ്? ഗവർണർ നയപ്രഖ്യാപനം നടത്തിയത് കൊണ്ട് 2022 ഫെബ്രുവരി 18. അതിനുശേഷവും നിരന്തരം പ്രതിപക്ഷം ഗവർണർക്കെതിരെ ആക്ഷേപങ്ങൾ ഉന്നയിച്ചപ്പോൾ ഗവർണർക്ക് എല്ലാവിധ സംരക്ഷണ കവചവും ഒരുക്കിയത് CPMഉം സംസ്ഥാന സർക്കാരുമാണ്. ഇതേ ഗവർണർ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിൽ ചാൻസലർ സ്ഥാനം ഒഴിയുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ അയ്യോ ചാൻസലറെ പോകല്ലേ എന്ന് പറഞ്ഞ് കാല് പിടിച്ച് നിലനിർത്തിയത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. എനിക്ക് സ്വാതന്ത്ര്യം അനുവദിച്ചു തരണം, എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ എന്ത് വേണമെങ്കിലും ചെയ്തോ എന്ന് പറഞ്ഞ് സ്വാതന്ത്ര്യം അനുവദിച്ച് ചാൻസലർ സ്ഥാനത്ത് നിലനിർത്തിയത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും സർക്കാരുമാണ്. ഇപ്പോൾ നിങ്ങൾ പ്രതിഷേധിക്കുന്നത് എന്തിൻ്റെ പേരിലാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇനി നിങ്ങൾ പ്രതിഷേധിക്കുന്നത് ഈ ചാൻസലർ ഗവർണർ അദ്ദേഹം പിൻവാതിലിലൂടെ അദ്ദേഹം സംഘപരിവാറിൻ്റെ ആളുകളെയൊക്കെ കുത്തിത്തിരുകാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഈ ലിസ്റ്റ് എങ്ങനെ കിട്ടി എന്നുള്ളതാണ് ആർഷോയുടെ ഒരു സംശയം. ഈ ലിസ്റ്റ് കിട്ടിയത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഗവർണറുടെ പേഴ്സണൽ സ്റ്റാഫിലേക്ക് ഹരി എസ് കർത്ത എന്ന് പറഞ്ഞ BJPയുടെ സംസ്ഥാന നേതാവിനെ ശുപാർശ ചെയ്തപ്പോൾ അത് നടപ്പാക്കി കൊടുത്ത സംസ്ഥാന ഗവൺമെന്റ് തന്നെ ആലോചിക്കണം ഈ ലിസ്റ്റ് എങ്ങനെ വന്നുവെന്ന്. ഗവർണർ സംഘപരിവാർ എനിക്ക് എക്കോ ഉണ്ട്, എനിക്ക് എക്കോ ഉണ്ട്. അത് ഈ ഹരി എസ് കർത്തയെ നിയമിക്കണമെന്ന് ഗവർണർ ആവശ്യപ്പെട്ടപ്പോൾ അത് നടപ്പാക്കി കൊടുത്ത സർക്കാർ ഇപ്പോഴെങ്കിലും മനസ്സിലാക്കണം സംഘപരിവാറിൻ്റെ ലിസ്റ്റ് എങ്ങനെ ഗവർണറുടെ കയ്യിൽ വന്നു എന്ന്. നിങ്ങൾ അതിനെ തള്ളിപ്പറഞ്ഞില്ല. ഈ സർക്കാരിൻ്റെ നയപരിപാടികൾ നടപ്പാക്കിയ ജ്യോതിലാൽ എന്ന് പറഞ്ഞ പൊതുഭരണ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയെ ഗവർണർക്ക് പ്ലഷർ ഇല്ലാത്തതിൻ്റെ പേരിൽ ഗവർണർ വിയോജനക്കുറിപ്പ് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ സ്ഥാനത്ത് നിന്ന് മാറ്റിയ സർക്കാരാണ് ഇത്. ഗവർണർക്ക് ഈ കാലം അത്രയും എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത സർക്കാർ ഇന്ന് പ്രതിഷേധിക്കുന്നതിന്റെ പേരിലാണ്. ഗവർണറും സർക്കാരും തമ്മിലുള്ള പോരാട്ടം എവിടെയാണ് തുടങ്ങുന്നത്? വിശദീകരിച്ച അത്രയും കാര്യങ്ങളും സർക്കാരും ഗവർണറും തമ്മിലുള്ള വിഷയമാണ്. സർക്കാരും ഗവർണറും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ വരുമ്പോൾ, ഒരു പരിധിക്കപ്പുറം അത് വളരുമ്പോൾ ഏതൊരു സംസ്ഥാന സർക്കാരിനും അല്പസ്വല്പം വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും. അത് പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള ശ്രമങ്ങൾ നടത്തേണ്ടി വരും. അത് കേരളത്തിലെന്നല്ല, കോൺഗ്രസ് ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിലും സമാനമായ സാഹചര്യം ഉണ്ടാകും. അങ്ങനെയാണ് അതിൻ്റെ ഒരു നടപ്പ് രീതി. അത് ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം, ഇപ്പോൾ ജിൻഡോ ഇവിടെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട വിഷയം അതുമായി കൂട്ടിക്കെട്ടാൻ സാധിക്കുന്നതേയല്ല. അങ്ങനെ ഒരു ഗവർണർ ഇവിടെ ഇപ്പോൾ എന്താണ് ചെയ്യുന്നത്? ഇപ്പോൾ ആർഷോ പറഞ്ഞതുപോലെ ഇവിടെ നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന സംഘപരിവാറിന്റെ എല്ലാ ആളുകളും എല്ലാ മാനദണ്ഡങ്ങളെയും മറികടന്നാണ് ഗവർണർ നോമിനേറ്റ് ചെയ്യുന്നത്. അതായത് ഗവർണറുടെ മാത്രം താല്പര്യമാണ് അവിടെ സംഘപരിവാറുകാരെ തിരികെ കയറ്റണമെന്ന താല്പര്യം മാത്രമാണ്. ആ വിഷയത്തിലാണല്ലോ ഹൈക്കോടതിയും നീക്കത്തെ സ്റ്റേ ചെയ്തിരിക്കുന്നത്. ആ വിഷയത്തെക്കുറിച്ചാണ് ഞാൻ ജിൻഡോ ചോദിക്കുന്നത്. ആ വിഷയത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അതിന് മുൻപ് ഗവർണർക്ക് ഏതെങ്കിലും ഒക്കെ നിലയിൽ ഈ സർക്കാർ വഴങ്ങി കൊടുത്തിട്ടില്ലേ എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരമാകുന്നില്ലല്ലോ ജിൻഡോ. അല്ല, അതിനൊരു ഉത്തരം ഉണ്ടല്ലോ അസിത.
ഗവർണർക്ക് ഏതെങ്കിലും രീതിയിൽ മുൻകാലങ്ങളിൽ സർക്കാർ വഴങ്ങിക്കൊടുത്തിട്ടുണ്ട്. താങ്കൾ അതിന് പറഞ്ഞിട്ട പേര് വിട്ടുവീഴ്ച എന്ന. സംഘപരിവാറിന്റെ ഏജന്റ് ആയിട്ടുള്ള ഒരാളോട് വിട്ടുവീഴ്ച ചെയ്യേണ്ട എന്ത് രാഷ്ട്രീയ ബാധ്യതയാണ് CPM ഭരിക്കുന്ന ഈ സംസ്ഥാന സർക്കാരിന്? അതുകൂടി ഞങ്ങൾ പറയണ്ടേ? ഇനി ഇത് എൻ്റെ സർക്കാരാണ്, ഞാൻ പ്രതിപക്ഷത്തിന്റെ ഭാഗമല്ല, എൻ്റെ സർക്കാരിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞ ഗവർണറും ഈ ഗവർണർ എൻഡോഴ്സ് ചെയ്ത സർക്കാരും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ് എന്നുള്ള കാര്യം നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ. ഈ ലിസ്റ്റ് ഏത് ലിസ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്? നിങ്ങൾ സെനറ്റിലേക്ക് ശുപാർശ ചെയ്ത ലിസ്റ്റിനെ കുറിച്ചാ. അതിനു മുമ്പ് ഗോപിനാഥ് രവീന്ദ്രൻ എന്ന് പറഞ്ഞ VC-യെ, കണ്ണൂർ VC-യെ പുനർനിയമനം നടത്താൻ വേണ്ടിയിട്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ശുപാർശ ചെയ്തപ്പോൾ, സ്വകാര്യ സംഭാഷണത്തിൽ കൂടിക്കാഴ്ചയിലൊക്കെ സംസാരിച്ചപ്പോൾ അത് നടപ്പാക്കി കൊടുത്ത ഗവർണർ സുപ്രീം കോടതിയിൽ നിന്ന് അതിനെതിരായിട്ടൊരു വിധി വന്നപ്പോൾ ഇതെല്ലാം ഗവർണറുടെ ബാധ്യത മാത്രമാണെന്ന് പറഞ്ഞ് നിങ്ങൾ കൈ കഴുകിയില്ലേ? ഈ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ എന്തെങ്കിലും അഭിപ്രായം പറയാൻ SFI ഇവിടെ ഉണ്ടായോ? ഇനി കേരളത്തിലെ സർക്കാർ കോളേജുകളിലെ പ്രിൻസിപ്പൽ നിയമനത്തിന്റെ ലിസ്റ്റിൽ ഇടപെട്ട ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ സംസാരിക്കാൻ SFI ഉണ്ടായോ? ഈ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആയിക്കൊള്ളട്ടെ, കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിക്കൊള്ളട്ടെ, ഗവർണർ ആയിക്കൊള്ളട്ടെ, ഇവരെല്ലാം കൂടി ചേർന്നാണ് ഈ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഇത്രത്തോളം മോശമാക്കിയിരിക്കുന്നത്. ഇനി ബാനർ കണ്ടാൽ പേടിക്കുന്നു ഗവർണർ എന്ന് ആർഷ പറഞ്ഞിട്ട് പോയി. ഈ ഗവർണർക്ക് ബാനർ കണ്ടാൽ പേടിയുണ്ട്. ഈ എനിക്ക് എക്കോ വരുന്നു, കേൾക്കത്തില്ല. ശരി, ജിൻഡോ ഉദ്ദേശിച്ച വിഷയം പറഞ്ഞോളൂ. ജിൻഡോ ക്ലിയർ ആയെങ്കിൽ പറഞ്ഞോളൂ. ഈ രാജ്ഭവൻ ഗവർണറുടെ തന്തയുടെ വകയെല്ലാം ബാനർ എഴുതി വെച്ച SFIയുടെ സംസ്ഥാന സെക്രട്ടറി പറയുന്ന ബാക്കി സഭ്യമായിട്ടുള്ള വാക്കുകളെ കുറിച്ചൊന്നും പറയുന്നില്ല. പക്ഷെ അത്തരം ബാനറുകൾ എഴുതി വയ്ക്കുന്നതിന് ഉള്ള വാചകങ്ങളെയല്ല ഞാൻ പറയുന്നത്. അത്തരം ബാനറുകൾ പ്രദർശിപ്പിക്കാൻ, സമരം ചെയ്യാൻ, സമരത്തിന്റെ തീച്ചുളയിലേക്ക് എടുത്ത് ചാടാൻ SFIക്ക് അവകാശമുണ്ട് എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ SFIയുടെ ബാനർ കണ്ടിട്ട് ഗവർണർക്ക് പേടിയുണ്ടെന്ന് ആർഷോ പറയുമ്പോൾ, KSUവിന്റെ ഒരു കരിങ്കോടി കാണുമ്പോൾ മുഖ്യമന്ത്രിക്കും പേടിയുണ്ടെന്ന് ഞങ്ങൾ പറയുന്നു. അല്ല, ഇതെന്താ എക്കോ? ശരി, ഞാൻ വരാം ജിൻഡോ. വസീഫ് നോക്കൂ, ജിൻഡോ പറഞ്ഞു നിർത്തിയ അവസാന ഭാഗം കേട്ടല്ലോ. എന്റെ ആദ്യത്തെ ചോദ്യത്തിന് തന്നെ ജിൻഡോ മുഖ്യമന്ത്രിക്കും നവകേരള സദസ്സിനുമെതിരെ നടക്കുന്ന പ്രതിഷേധങ്ങളുമായി കൂട്ടിക്കെട്ടിയാണ് ഗവർണർക്കെതിരെ ഇപ്പോൾ SFI ഉയർത്തുന്ന വിഷയങ്ങളെ താരതമ്യം ചെയ്യാൻ ശ്രമിക്കുന്നത്. മറ്റു ചില കാര്യങ്ങൾ കൂടി ജിൻഡോ പറയുന്നത്, ഇതിന് മുൻപ് ഗവർണറും സർക്കാരും തമ്മിൽ നടന്ന എല്ലാ വിഷയങ്ങളിലും ഗവർണർക്ക് പൂർണ്ണമായും സർക്കാർ വിട്ടുവീഴ്ച ചെയ്യുമ്പോൾ അത് സംഘപരിവാറിന് കുടപിടിക്കലായിരുന്നില്ലേ എന്നതുകൂടി ചോദിക്കുന്നുണ്ട് വസീഫ്. കേരളത്തിലെ കോൺഗ്രസ് സത്യത്തിൽ ഇപ്പോ ലക്ഷ്യമില്ലാതെ അലയുന്നവരുടെ കൂട്ടമായി മാറുക. എന്താണ് ചെയ്യുന്നത് എന്നുള്ള ബോധ്യം ഇപ്പൊ കോൺഗ്രസിനില്ല. അവർ യഥാർത്ഥത്തിൽ ഈ രാജ്യത്തും ചെയ്യുന്നത് ഇങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് ഈ രാജ്യത്ത് കൂടുതൽ സൗകര്യമാകുന്ന തരത്തിലേക്ക് രാജ്യത്തെ രാഷ്ട്രീയ അന്തരീക്ഷം മാറുന്നത്. അത് മാറ്റാൻ ബോധപൂർവം ഇവരിൽ ചിലർ ഇടപെട്ടുകൊണ്ടിരിക്കുക. ഇവരാരാണ് ശത്രു എന്ന് ഇപ്പോഴും മനസ്സിലാക്കുന്നില്ല. ഇവർക്ക് എന്താണ് ഇവിടെ നടക്കുന്നത് മനസ്സിലാകുന്നില്ല. ഇവരിപ്പോ ഈ ആർഎസ്എസിന്റെ പ്രതിനിധിയായിട്ടുള്ള ഗവർണർ എറിഞ്ഞു നൽകിയ സെനറ്റ് അംഗങ്ങളുടെ ആ ഒരു ബലത്തിലിരിക്കുക. ഇവർക്ക് ആത്മാഭിമാനമുണ്ടെങ്കിൽ, അന്തസ്സുണ്ടെങ്കിൽ ആ സെനറ്റ് അംഗങ്ങളോട് രാജിവെക്കാൻ പറയണ്ടേ? അതല്ലേ ഇവർ ആദ്യം ചെയ്യേണ്ടത്? UDFന്റെ പ്രതിനിധികൾ എങ്ങനെയാ ഈ ഗവർണറുടെ ലിസ്റ്റിൽ വന്നത്? ആരാ അവരുടെ പേര് വിവരങ്ങൾ കൊടുത്തത്? ഈ സതീശനും പറയുന്ന സുധാകരനും ഈ പറയുന്ന ഗവർണറും, നേരത്തെ ഉണ്ടായിരുന്ന ഒരു വൈസ് ചാൻസലർ ഉണ്ട്, ഇപ്പോ BJP പോയിട്ടുള്ള അബ്ദുൽ സലാം, ഇവരൊക്കെ കൂടി ഇരുന്നു കൊണ്ടുള്ള ഗൂഢാലോചനയാണ് ഇതിന്റെയൊക്കെ ഒരു പിന്നിൽ പ്രവർത്തിച്ചത് എന്നാ ഞങ്ങളുടെ സംശയം. അത് ഈ നാട് സംശയിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇവർ ഈ ആത്മാഭിമാനമുണ്ടെങ്കിൽ ഈ സെനറ്റ് അംഗങ്ങളോട് രാജിവെക്കാൻ പറയട്ടെ. BJPയുടെ നോമിനിയായി ഇരിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറയട്ടെ. അതല്ല ഇവർ ചെയ്യേണ്ടത്. എന്നിട്ട് എന്തെങ്കിലും വിളിച്ചു പറയുക. ഇവിടെ ഈ നവകേരള സദസ്സിനെ കുറിച്ച് പറയാ. നവകേരള സദസ്സിനെതിരെ ഇവരെന്തിനാ സമരം നടത്തുന്നത് അവർക്ക് പോലും അറിയില്ല. നേരത്തെ ആരോ ഒരു കരിപ്പിടി കാണിച്ചു തുടങ്ങി. അപ്പൊ ഇവർ പറഞ്ഞു ഇനി ഞങ്ങൾ കേരളത്തിലാകെ കരിപ്പിടി കാണിക്കും. KSUകാരൻ പറഞ്ഞു, ഞങ്ങൾ കേരളത്തിൽ എറിയും എന്ന് പറഞ്ഞു. ഇപ്പൊ ഇത് പത്തനംതിട്ടയിൽ ഇവർ ബലൂൺ പറത്തുകയാണ്. പിന്നെ ഇവർ പറയാണ് കേരളത്തിൽ ഞങ്ങൾ ഇനി ബലൂൺ പറത്തും. ഇവരുടെ നിലവാരം ശരി, ഞാൻ വരാം വസീഫ്. ചെറിയ റേഞ്ചിന്റെ പ്രശ്നമാണെന്നാണ് തോന്നുന്നത് വസീഫിന്റെ ടെലിഫോൺ ലൈനിൽ. ശ്രീകൃഷ്ണദാസ്, ഇവിടെ ഇപ്പോൾ നോക്കൂ, നിരവധി വിഷയങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. ഗവർണർ നടത്തിയ പ്രവൃത്തി അത് എല്ലാ ചട്ടങ്ങൾക്കും വിരുദ്ധമാണ് എന്നുള്ളതിൽ തർക്കമില്ല. അതുകൊണ്ടാണല്ലോ ആ നിയമനം ഹൈക്കോടതി സ്റ്റേ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. പക്ഷേ അതിനുശേഷം നടക്കുന്ന കാര്യങ്ങൾ നോക്കൂ. ഇന്നിപ്പോൾ സർവകലാശാലകളിൽ ഗവർണർ നടത്തിയതുൾപ്പെടെ ഒന്നാമത്തെ പ്രശ്നം, സർവകലാശാലകളിൽ ഗവർണറെ കയറ്റില്ല എന്ന് SFI പറഞ്ഞതിന് പിന്നാലെയാണ് ഒരു ഔദ്യോഗിക കൃത്യവും നിർവഹിക്കാനില്ലാതിരുന്ന
ഇരുന്നിട്ട് കൂടി കാലിക്കറ്റ് സർവകലാശാലയുടെ ഗസ്റ്റ് ഹൗസിൽ ഗവർണർ കഴിയുന്നത്. അവിടെ ഇന്നലെ വലിയ പ്രതിഷേധങ്ങൾക്കിടയിൽ ഗവർണർ ഗസ്റ്റ് ഹൗസിലേക്ക് എത്തുന്നു. ഇന്നിപ്പോൾ അദ്ദേഹം മറ്റൊരു വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത ശേഷം മടങ്ങി വരുമ്പോഴാണ് ഈ ബാനർ ശ്രദ്ധയിൽപ്പെടുന്നതും അത് അഴിപ്പിക്കുന്നതും. സുരക്ഷാ ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ കൊണ്ടാണ് എന്നത് ഓർക്കുക കൂടി വേണം. ആ നടപടികളെ എങ്ങനെയാണ് കാണേണ്ടത്? ഇതിലൊരു 2 പ്രധാനപ്പെട്ട വിഷയങ്ങൾ അങ്ങനോട് ചോദിച്ചത്. അതിലൊന്ന് ബാനർ അഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവർണർ എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് സർവകലാശാലയുടെ ചാൻസലർ എന്നുള്ള നിലയ്ക്ക് ഒരു ഔദ്യോഗിക കൃത്യമില്ലെങ്കിലും ഒരു കാര്യവും ഇല്ലെങ്കിലും ഗവർണറെ സംബന്ധിച്ചിടത്തോളം ഈ കേരളത്തിലെ ഏത് സർവകലാശാലയിലും അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഏത് സർവകലാശാലയിലും ഏത് സമയവും സന്ദർശിക്കാൻ ആരുടെ അനുവാദത്തിന്റെ ആവശ്യമില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം കണ്ണൂർ സർവകലാശാലയിലെ ഗവർണർ VC-യെ നീക്കിക്കൊണ്ടുള്ള ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഉത്തരവാണ്. അസിത് അത് വായിക്കാത്തതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ വായിച്ചിട്ടും മറച്ചു വെക്കുന്നതുകൊണ്ടായിരിക്കും. സർവകലാശാലകളുടെ ഭരണവുമായി ബന്ധപ്പെട്ട് ചാൻസലർക്കുള്ള അധികാരം, ചാൻസലർ എന്നുള്ള നിലക്കുള്ള അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തം, അതിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്താനോ അതിൽ നിന്ന് ഡൈല്യൂട്ട് ചെയ്യാനോ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള വെള്ളം ചേർക്കൽ നടത്താനോ ഒന്നും ഒരധികാര സ്ഥാപനത്തിനും കഴിയില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ചാൻസലറാണ് സർവകലാശാലകളുടെ ഭരണാധികാരത്തിന്റെ ഏറ്റവും ഉന്നതമായിട്ടുള്ള സ്ഥാനത്തിരിക്കുന്നയാൾ. പ്രോ ചാൻസലർക്ക് അതിലൊരു കാര്യവുമില്ല എന്ന് പറഞ്ഞു. പ്രോ ചാൻസലർ എന്ന് പറഞ്ഞാൽ ഞാൻ പ്രേക്ഷകരുടെ അറിവിലേക്ക് പറയുന്നത് ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അവരടക്കമുള്ള ആളുകൾക്ക് ഒരു റോളും ഇല്ലാന്നൊന്നും കോടതി പറഞ്ഞിട്ടില്ല. അതിൽ നമുക്കറിയാമല്ലോ. ഇനിയിപ്പോൾ ആ വിഷയത്തിലേക്ക് പോകണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ മിണ്ടാതിരുന്നത്. ഇപ്പോൾ കണ്ണൂർ VC-യുടെ വിഷയത്തിൽ ഉൾപ്പെടെ ആ നിയമനത്തിന്റെ രീതിയിൽ, അതായത് ആ പുനർനിയമനത്തിന്റെ വിഷയത്തിൽ പ്രശ്നമൊന്നുമില്ല എന്ന് തന്നെയാണ് കോടതി പറഞ്ഞത്. പിന്നെ അവിടെ ഗവർണറാണ് സർക്കാരിനിട്ട് കുത്തിയത്. അതൊന്നും അതിലേക്ക് പോകാൻ സമയമില്ലാത്തത് കൊണ്ടാണ് ഞാൻ അതിലേക്കൊന്നും പോകാത്തത് കേട്ടോ കൃഷ്ണദാസ്. ഞാൻ അതിന്റെ നിയമവശങ്ങളെ കുറിച്ച് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അസന്നിഗ്ധമായി പറയുകയും അത് നടപ്പാക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അതിനുശേഷമുള്ള കാര്യം അങ്ങ് സൂചിപ്പിച്ചതിന്റെ പിൻബലത്തിൽ ഇപ്പോൾ നടക്കുന്ന സമരത്തിന്റെ കാര്യമാണ് ഞാൻ സൂചിപ്പിച്ചത്. അപ്പൊ സർവകലാശാലയിലേക്ക് ഗവർണർ എന്തിനു പോയി എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം അത്രയേ ഉള്ളൂ. ഇനി രണ്ടാമത്തത് സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബാനറുമായി ബന്ധപ്പെട്ടു. ബാനർ ആർക്കും ഉയർത്താം, ഏത് സമരത്തിന്റെ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടും ബാനറുകൾ ഉയർത്താം, അല്ലെങ്കിൽ അതിന്റെ പ്രതിഷേധങ്ങൾ ഉയർത്താം. പക്ഷെ നമ്മുടെ ക്യാമ്പസുകളിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ള ബാനറുകളും മറ്റു നടപടിക്രമങ്ങളും എല്ലാം നിരോധിച്ചിട്ടുള്ള കാര്യത്തെ സംബന്ധിച്ച് അങ്ങേക്ക് കൃത്യമായ ധാരണ ഉണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും യുവജന പ്രതിഷേധമോ വിദ്യാർത്ഥി പ്രതിഷേധമോ ഇല്ലാതെയാകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളല്ല ഞാൻ. അത് പൂർണ്ണമായി അംഗീകരിക്കുന്ന ഒരാളുമല്ല ഞാൻ. പക്ഷെ അതേസമയം തന്നെ അത് ആർക്കെതിരെ ഉയർത്തുന്നു, എന്തിനു വേണ്ടി ഉയർത്തുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഇടതുപക്ഷത്തിന്റെ പ്രതിനിധികൾ, പ്രത്യേകിച്ച് SFIയുടെ നേതാക്കന്മാരും DYFIയുടെ നേതാക്കന്മാരും ചാനൽ ചർച്ചകളിൽ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് ഇത് SFI തീരുമാനിക്കുന്ന കാര്യമാണ്. അങ്ങ് എന്നോട് ചോദിച്ച ചോദ്യത്തിനും ആ ഒരു ധ്വനിയുണ്ട്. ഇത് SFI തീരുമാനിച്ചു, ഇനി ഇതിങ്ങനെ നടക്കണം. ഇതൊക്കെ തീരുമാനിക്കാൻ നിങ്ങൾ ആരാന്ന്? കേരളത്തിന്റെ മുഴുവൻ വിദ്യാഭ്യാസ മേഖലയുടെയും അച്ചാരം എഴുതന്നിരിക്കുന്നത് നിങ്ങൾക്കാണോ? SFI കാണോ? DYFI കാണോ? ഈ കേരളത്തിൽ മറ്റ് സംഘടനകൾ ഇല്ലാന്നാണോ നിങ്ങൾ ധരിച്ചിരിക്കുന്നത്? ആളുകളില്ലാന്നാണോ ധരിച്ചിരിക്കുന്നത്? ഞാനൊന്ന് പറയട്ടെ. SFIക്ക് എന്താണ് അധികാരം എന്ന് ചോദിച്ചാൽ, ഈ സംസ്ഥാനത്ത് ഈ നാട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു വിദ്യാർത്ഥി സംഘടനയ്ക്ക് അവരുടെ മേഖലയിൽ അനഭിലഷണീയമായ നടപടിക്രമങ്ങൾ ഉണ്ട് എന്ന് തോന്നുമ്പോൾ പ്രതികരിക്കാൻ അവകാശമുണ്ട്. അതാണ് ഇവിടെ നടന്നത്. ഇനി താങ്കൾ ചോദിച്ചില്ലേ പ്രതികരിക്കുന്ന രീതിയുടെ കാര്യമൊക്കെ. പാർലമെന്റിൽ വന്ന് പ്രതിഷേധം നടത്തിയ നാട്ടിലിരുന്നു കൊണ്ടാണ് ഒരു സർവകലാശാലയിൽ ബാനർ ഉയർത്തിയതിന്റെ നടപടിക്രമത്തെയും ചട്ടത്തെയും കുറിച്ച് താങ്കൾ പറയുന്നത്. കഷ്ടമുണ്ട് ശ്രീകൃഷ്ണദാസ്. അസിത, ഞാൻ യൂണിവേഴ്സിറ്റിയുടെ കാര്യത്തിൽ ഒരു കാര്യം പറയാൻ വന്നപ്പോ അങ്ങ് ആ വിധിയിലേക്ക് കടക്കുന്നില്ല എന്ന് പറഞ്ഞ് അങ്ങാണ് പാർലമെന്റിലേക്ക് പോയത്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഞാൻ ഒരൊറ്റ കാര്യമേ ആഗ്രഹിക്കുന്നുള്ളൂ, പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. പ്രതിഷേധം വേണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്. അവർക്ക് പ്രതിഷേധിക്കാം, അതിനുള്ള അവകാശമുണ്ട്. അവർക്ക് അടികൊള്ളാം, അടിവാങ്ങാം, അവരുടെ ഏത് തരത്തിലുള്ള പ്രതിഷേധവും നടത്താം, കല്ലെറിയാം, ബോംബെറിയാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അതിലൊന്നും ആരും തെറ്റൊന്നും പറയുന്നില്ല. അതിന്റെ പ്രത്യാഘാതം കൂടി നേരിടാൻ ആ ആളുകൾ, സമരം ചെയ്യുന്ന ആളുകൾ തയ്യാറാവണം. അത്രേ അതിനകത്തുള്ളൂ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത് ഞങ്ങൾ ചെയ്യും. ഞങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ഇനി നിങ്ങൾ അനങ്ങാൻ പാടില്ല, ഗവർണർ അനങ്ങാൻ പാടില്ല, ഗവർണർ ഇനി പുറത്തിറങ്ങാൻ പാടില്ല, ഗവർണർ സർവകലാശാലയിൽ വരാൻ പാടില്ല, ഗവർണർ ഒരു പൊതുയോഗത്തിൽ പോകാൻ പാടില്ല. ഇതൊക്കെ തീരുമാനിക്കാൻ ഇവരാരാ? ഇതൊരു ജനാധിപത്യ സംവിധാനമല്ലേ, കേരളമല്ലേ? ഈ കേരളത്തിൽ നിങ്ങൾ പറയുന്ന ഗുണ്ടായുസവും നിങ്ങൾ പറയുന്ന നടപടികളും മാത്രം നടക്കണം എന്ന് പറയാൻ നിങ്ങൾ ആരാണ്? ഈ SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ ഇന്ന് വിവാഹ ചടങ്ങിന് പോയ ഗവർണർ എന്തുകൊണ്ട് SFI തടഞ്ഞില്ല? ഗവർണർ പുറത്തിറങ്ങാൻ അനുവദിക്കില്ല എന്ന് അവർ പറഞ്ഞെങ്കിൽ അവിടെയും തടയണമെങ്കിലോ, എന്തുകൊണ്ട് തടഞ്ഞില്ല? ഞാൻ SFIയുടെ വാദത്തെ കുറിച്ചല്ല പറഞ്ഞത്. ഞാൻ അസിത് ചോദിച്ച ചോദ്യത്തിന് ഉത്തരമാണ് പറഞ്ഞത്. അങ്ങനെ SFI ഉയർത്തിയത് കൊണ്ട്
പിന്നെ എന്തിന് ഗവർണർ വരുന്നു എന്നുള്ള അങ്ങയുടെ ചോദ്യം. ആ ചോദ്യമാണ് തെറ്റിപ്പോയത്. അതുകൊണ്ടാണ് എന്റെ ഉത്തരം അല്ല, ഞാൻ അങ്ങനെയായത്. അങ്ങനെയല്ലല്ലോ ചോദിച്ചത്. SFI ഉയർത്തിയത് കൊണ്ട് എന്തിന് ഗവർണർ വന്നു എന്നുള്ളതല്ല ഞാൻ ചോദിച്ചത്. ഗവർണറുടെ നടപടിക്രമങ്ങൾ, ഈ പ്രോട്ടോകോൾ എന്നൊക്കെ പറയുന്ന ഗവർണർക്ക് ഈ പ്രോട്ടോകോൾ ഒന്നും ബാധകമല്ലേ എന്നുള്ളതാണ് പ്രശ്നം. ഒരു പ്രോട്ടോകോൾ ലംഘനവും ആ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. പ്രോട്ടോകോൾ ലംഘനവും സെക്യൂരിറ്റി ലംഘനവും ഈ തരത്തിലുള്ള എല്ലാ നടപടികളും ലംഘിക്കുന്നത് കേരളത്തിന്റെ പോലീസാണ്. ആ കേരളത്തിന്റെ പോലീസിനെ നിരന്തരമായി നിയന്ത്രിക്കുന്നതും നിരന്തരമായി നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതും ഗവർണർക്കെതിരെ പ്രതിഷേധമുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ അക്രമം കാണിക്കാൻ വരുമ്പോൾ അല്ലെങ്കിൽ കരിങ്കൊടിയുമായി വരുമ്പോൾ പോലീസ് അനങ്ങാതിരിക്കണം എന്ന് പറയുന്നതും ആരാണ് ആ നിർദ്ദേശം കൊടുക്കുന്നത് എന്നുള്ളത് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടത് തന്നെയാണ്. ഗവർണർക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നടപടിയുമായി മുന്നോട്ട് വന്നാൽ അതിൽ ആരും ചോദിക്കാനില്ല, പറയാനില്ല. ഈ കേരളത്തിലെ ജനങ്ങളെല്ലാം വിഡ്ഢികളായതെല്ലാം കണ്ടുകൊണ്ടിരുന്നോളാം എന്ന് ധരിക്കാൻ ഇവരാരാന്ന് ഇതൊക്കെ തീരുമാനിക്കാനായിട്ട്? നിങ്ങളുടെ കയ്യിലാണോ ഈ രാജ്യത്തിന്റെ ഈ സംസ്ഥാനത്തിന്റെ മുഴുവൻ സംവിധാനങ്ങൾ നിയന്ത്രിക്കപ്പെടുന്നത് നിങ്ങളാലാണോ? ശരി, അവരാണ് ഈ കാര്യങ്ങൾ ഇവിടെ ഈ ഗവർണർക്കെതിരെ പ്രതിഷേധിച്ച് SFIയെ പോലീസുകാർ തലോടുകയായിരുന്നു എന്നൊന്നും പറഞ്ഞാൽ അംഗീകരിച്ച് തരാൻ കഴിയില്ല. ഇതിപ്പോൾ ദേശാഭിമാനിയോ കൈരളിയോ പറയുന്ന കാര്യമല്ല. സംശയമുണ്ടെങ്കിൽ ഇന്നത്തെ മനോരമ പത്രം നോക്കിയാൽ മതി. ചോര ഒലിപ്പിച്ച് നിൽക്കുന്ന SFIക്കാരെ താങ്കൾക്ക് കാണാം. അപ്പോൾ ജനാധിപത്യ സമരങ്ങൾ നടക്കുമ്പോൾ ജനാധിപത്യത്തിൽ സമരത്തിനിടയ്ക്ക് ഇത്തരത്തിൽ പോലീസിന്റെ നടപടികളുണ്ടാകും, അടികൊള്ളലുണ്ടാകും, ചോരയൊലിപ്പിക്കലുണ്ടാകും. അങ്ങനെ എത്രയോ സമരങ്ങൾ കണ്ട നാടാണിത്. അത്തരം സമരങ്ങളിലൂടെ മാത്രമാണല്ലോ എല്ലാ സംഘടനകളും എല്ലാ പാർട്ടികളും ഒക്കെ മുന്നോട്ട് വന്നിട്ടുമുള്ളത്. ഞാൻ വീണ്ടും ജിൻഡോയിലേക്ക് പോകുകയാണ്. ജിൻഡോ, ഞാൻ വീണ്ടും ആ വിഷയത്തിന്റെ മെറിറ്റിലേക്കാണ് വരുന്നത്. ജിൻഡോ, ആ നോമിനേറ്റ് ചെയ്യപ്പെട്ട ലിസ്റ്റ് അത് എവിടെ നിന്ന് വന്നു എന്നുള്ള വിഷയമല്ല. ആ ലിസ്റ്റിൽ UDFന്റെ കോൺഗ്രസിന്റെ പ്രതിനിധികളും ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവരോട് രാജിവെക്കാൻ അവർ തയ്യാറാകണ്ടേ? അങ്ങനെ പറയണ്ടേ? അതല്ലേ ഈ സംഘപരിവാറിനെതിരെ പ്രതിഷേധിക്കാനുള്ള ജനാധിപത്യ രീതി എന്നതാണ് CPM കോൺഗ്രസിനോട് ഉയർത്തുന്ന ചോദ്യം. ജിൻഡോ, വളരെ ന്യായമാണത്. അല്ല, CPM ഈ ന്യായമൊക്കെ ഞങ്ങളോട് ചോദിക്കാൻ വരാൻ CPMകാരാരാ SFIക്കാരാരാ? ഞങ്ങൾ ഇതിലൊന്നും ഒരു കക്ഷിയല്ലല്ലോ. കേരളത്തിൻ്റെ ഗവർണർ അദ്ദേഹത്തിൻ്റെ നിലപാടിൻ്റെ ഭാഗമായിട്ട് ഒരു ലിസ്റ്റ് കൊടുത്തു. അതിൽ കോൺഗ്രസ്സുകാരനോ BJPക്കാരനോ RSSകാരനോ ആരെങ്കിലും ഉണ്ട്, അതിൽ നമുക്ക് പ്രതിഷേധമുണ്ടെങ്കിൽ ആ പ്രതിഷേധം പറയാം. ആ വന്ന ആളുകളുടെ മുഴുവൻ അവർ പ്രതിനിധീകരിക്കുന്ന പാർട്ടികൾ അല്ലെങ്കിൽ അവരുടെ കുടുംബക്കാരൊക്കെ അതിനെതിർത്ത് നിലപാട് പറയണമെന്ന് പറഞ്ഞാൽ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അങ്ങനെയാണ് ഈ ഗോപിനാഥ് രവീന്ദ്രനെ നിയമിച്ചപ്പോൾ SFIയുടെ നിലപാട് എന്തായിരുന്നു? അസിത തന്നെ പറഞ്ഞു അതിൽ തെറ്റൊന്നും ഇല്ലായിരുന്നു. പക്ഷെ സുപ്രീം കോടതിയുടെ വെർഡിക്റ്റ് പറയുന്നത് അത് ഈ സർവകലാശാലകളിൽ സംഘപരിവാർ അല്ല. ജിൻഡോയുടെ വികാരം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കൃഷ്ണദാസ് തന്നെ ആദ്യം ചോദിച്ചല്ലോ കോൺഗ്രസ്സുകാരുള്ള ലിസ്റ്റിൽ എന്താണ് എതിർപ്പ് പറയാത്തതെന്ന്. എനിക്കും അതിൽ എതിർപ്പില്ല, ഞാൻ അതിന്റെ മറുപടി അപ്പോൾ തന്നെ പറയുകയും ചെയ്തു. പക്ഷേ അത് സംഘപരിവാറുകാരാകുമ്പോൾ പ്രശ്നമുണ്ട്. അങ്ങനെ ഒരു പ്രശ്നം ജിൻഡോയ്ക്ക് തോന്നുന്നില്ലേ എന്നുള്ളതാണ് എന്റെ ന്യായമായ സംശയം. അല്ല, ഇന്ത്യൻ പാർലമെന്റിനകത്ത് BJPക്കാനുള്ള ഭരണം 300-ലധികം സീറ്റ് അവർക്കുണ്ടല്ലോ. അവിടെ കോൺഗ്രസിന്റെ എംപിമാരിരിക്കല്ലേ? നിങ്ങളുടെ ആരിഫ് എന്ന് പറഞ്ഞ MP ഇരിക്കുന്നില്ലേ CPMന്റെ? അവിടെ BJPയുടെ എംപിമാരുണ്ടെന്ന് പറഞ്ഞ് പാർലമെന്റിൽ ഒറ്റ ദിവസം പോകാതിരിക്കുന്നുണ്ടോ? അങ്ങനെയൊന്നും പറയുന്നത്. സംഘപരിവാറിനോടുള്ള എതിർപ്പാണെങ്കിൽ ആ രീതി തന്നെ പറയണം. ചാൻസലർ നോമിനേറ്റ് ചെയ്താൽ അങ്ങനെ സർവകലാശാല സെനറ്റിലേക്ക് സംഘപരിവാറുകാരോ BJPക്കാരോ വന്നാൽ കോൺഗ്രസിന് അതിലൊരു പ്രശ്നവും തോന്നുന്നില്ല എന്നുള്ളതാണോ? ഞങ്ങൾക്ക് പ്രശ്നമുണ്ടല്ലോ. ഞങ്ങൾ പറഞ്ഞല്ലോ, ഇവിടെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഗോപിനാഥ് രവീന്ദ്രനെ വൈസ് ചാൻസലറായിട്ട് വെച്ചതിന് ശേഷം ബെഞ്ച് ഓഫ് തോട്ട്സ് അവിടുത്തെ അക്കാദമിക് കരിക്കുലറിന്റെ ഭാഗമായിട്ട് പഠിക്കാൻ വെച്ചല്ലോ. അന്ന് SFI എതിർത്തോ? അന്ന് CPM എതിർത്തോ? ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എതിർത്തോ? ഇല്ലല്ലോ. അവിടെ RSSന്റെ പ്രത്യയശാസ്ത്രം പഠിക്കാൻ കൊണ്ടുവന്ന വിദ്യാഭ്യാസ വകുപ്പ് ഭരിക്കുന്ന ആരാ? CPM അല്ലേ? എവിടെയായിരുന്നു നിങ്ങളുടെ സംഘവൽക്കരണത്തിനെതിരെയുള്ള നിലപാട്? അത് പറയണ്ടേ SFI? അത് പറഞ്ഞില്ലല്ലോ. അപ്പം നമ്മൾ ഈ വിഷയത്തിൽ നിന്ന് കടക്കരുത്. SFI കഴിഞ്ഞ 7 വർഷക്കാലം എവിടെയായിരുന്നു? ഇവിടെ കുട്ടികളുടെ ഉച്ചക്കഞ്ഞിക്കുള്ള പണം കിട്ടാതെ വന്നപ്പോൾ, അത് കഞ്ഞി വെക്കുന്ന ആളുകളുടെ ശമ്പളം കൊടുക്കാതിരുന്നപ്പോൾ അത്തരം വിഷയങ്ങളിൽ SFI വന്നോ? SFIക്കാരിയായിട്ടുള്ള മഹിജയുടെ മകൻ ജിഷ്ണു പ്രാണോയെ കൊന്ന ആളുകൾക്കെതിരെ സമരം ചെയ്യാൻ SFI ഉണ്ടായിരുന്നോ? ആ പാവപ്പെട്ട അമ്മയെ വഴിയിൽ വലിച്ചടിച്ച പോലീസിനെതിരെ സംസാരിക്കാൻ SFI ഉണ്ടായിരുന്നോ? ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഫെലോഷിപ്പ് അർഹരായിട്ടുള്ള ഗവേഷണ വിദ്യാർത്ഥികളുടെ ഫെലോഷിപ്പ് മുടങ്ങിയിട്ട് അതിനുവേണ്ടി സംസാരിക്കാൻ SFI ഉണ്ടായിരുന്നോ? അതൊന്നും ഉണ്ടായില്ലല്ലോ. അപ്പോൾ പിന്നെ SFIയുടെ ഇപ്പോൾ കടന്നു വരുന്നതിനെ ഞങ്ങൾ ചോദ്യം ചെയ്യും. ഇനി ഗവർണറെ കാലുകുത്താൻ അനുവദിക്കില്ല എന്നല്ലേ പറഞ്ഞത്? ഗവർണർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി താമസിക്കുന്നുണ്ടല്ലോ. ഇന്നലെ അദ്ദേഹം ഔദ്യോഗിക കൃത്യനിർവഹണത്തിനല്ലല്ലോ വന്ന്. ഇന്ന് നിങ്ങൾ സൺഡേ ഹോളിഡേ കൊടുത്തത് ഔദ്യോഗിക കൃത്യനിർവഹണം ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ഇന്നലെ അദ്ദേഹം വന്നത് ഉറങ്ങാനല്ലേ? ഉറക്കം ഗവർണറുടെ ഔദ്യോഗിക കൃത്യനിർവഹണമല്ല. അപ്പോൾ പിന്നെ ഇന്നലെ എന്തിനാ സമരം ചെയ്തത്? ഇന്നലെ സമരം ചെയ്തല്ലോ, ഗവർണർ അതിനകത്ത് പ്രവേശിച്ചല്ലോ. ഇന്നലെ 4:30 ആർഷോ പോയി സമരം ചെയ്യുന്നു. 6 മണിക്കുള്ളിൽ അറസ്റ്റ് ചെയ്ത് നീക്കപ്പെടുന്നു. 6 മണിക്ക് അവസാനിക്കുന്ന ഷോയുടെ പേരാണോ ആർഷോ? അല്ലല്ലോ. ഗവർണറെ കാലുകുത്താൻ അനുവദിക്കില്ല എന്ന് കല്ലെ പിളർക്കുന്ന കൽപ്പന പറയുന്ന SFIക്കാരുണ്ടെങ്കിൽ അവരത് നടപ്പാക്കി കാണിക്കണമായിരുന്നു. അല്ല
അല്ലാതെ അകത്ത് പോയാൽ ഒരിക്കലും പുറത്തു വരുമോ എന്ന് സംശയമുള്ള നേതാക്കന്മാർ നയിക്കുന്ന ഈ സംഘടനയ്ക്ക് ഗവർണർക്കെതിരെയുള്ള സമരം 100% ആത്മാർത്ഥമായി നയിക്കാൻ കഴിയില്ല. കാലുകുത്തിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ SFI ഉണ്ടായിട്ടും കാലുകുത്തിയല്ലോ എന്ന് ചോദിക്കുമ്പോൾ തിരുവനന്തപുരം വരെ നവകേരള ബസ്സിനെതിരെ ഷൂ എറിയെന്ന് പറഞ്ഞൊരു സംഘടനയും ഉണ്ടായിരുന്നു കേട്ടോ. ആ സംഘടനയുടെ ഇന്നത്തെ നിലപാട് എന്തെന്ന് കൂടി പറയണം. ആർഷോ ടെലിഫോൺ ലൈനിൽ ഒരിക്കൽ കൂടി ചർച്ചയിലേക്ക് ചേരുകയാണ്. ആർഷോ, ഇപ്പോൾ SFI നടത്തുന്ന ഈ സമരത്തെ കോൺഗ്രസ് സംശയത്തോടു കൂടിയാണ് കാണുന്നത്. ജിൻഡോ, ഇവിടെ ഇപ്പോൾ ഉച്ചക്കഞ്ഞി മുതൽ ഫെലോഷിപ്പ് വരെ നിരവധി വിഷയങ്ങൾ പറയുകയുണ്ടായി. അന്നൊന്നും കാണാത്ത പ്രതിഷേധം ഇപ്പോൾ എന്തുകൊണ്ട് SFIക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ചോദ്യം. അല്ല, ഞാൻ ആ ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞ ഭാഗങ്ങൾ ശ്രദ്ധിച്ചില്ല. ഒന്ന്, അദ്ദേഹത്തെ സംബന്ധിച്ച് SFIയുടെ സമരങ്ങളും മറ്റു വിഷയങ്ങളും അല്ലെങ്കിൽ മറ്റ് പ്രവർത്തനങ്ങളും അദ്ദേഹം ഫോളോ ചെയ്യാത്തതിന്റെ ഭാഗമായിട്ടായിരിക്കാം. അല്ലെങ്കിൽ കേരളത്തിനകത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ, നമുക്കറിയാം വലിയൊരു ശതമാനം മാധ്യമങ്ങൾ SFIയുടെ സമരങ്ങൾക്ക് നേരെ പോയ കാലങ്ങളിൽ മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ള വിമർശനം ഞങ്ങൾക്കുണ്ട്. ഇപ്പൊ അദ്ദേഹം ഉയർത്തിയ ഫെലോഷിപ്പിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ശക്തമായിട്ടുള്ള സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത സംഘടനയുടെ പേരാണ് SFI. SFI വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ, സമരങ്ങൾ, പ്രക്ഷോഭങ്ങൾ ഫെലോഷിപ്പ് വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. അത് കേന്ദ്ര സർക്കാർ മൗലാന ആസാദ് ഫെലോഷിപ്പ് ഉൾപ്പെടെ വെട്ടിക്കുറച്ച സാഹചര്യത്തിലാണെങ്കിലും കേരളത്തിലെ സർവകലാശാലകളിലെ ഗവേഷകരുടെ ഫെലോഷിപ്പ് വൈകിയ സാഹചര്യത്തിലാണെങ്കിലും ഞങ്ങൾ ശക്തമായിട്ടുള്ള പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ ഉച്ചകഞ്ഞിയുമായി ബന്ധപ്പെട്ടിട്ട് കേന്ദ്രവിഹിതം വെട്ടിക്കുറച്ച ഘട്ടത്തിൽ, ഉച്ചകഞ്ഞിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫണ്ട് വിതരണം അതിന്റെ ഭാഗമായി നിലച്ച ഘട്ടത്തിൽ കേരളത്തിലെ 207 ഏരിയ കേന്ദ്രങ്ങൾക്കകത്ത് വിദ്യാർത്ഥികളെ അണിനിരത്തി കഞ്ഞിവെച്ച് പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുള്ള സംഘടനയാണ് SFI. അങ്ങനെ ദൈനംദിനം ക്യാമ്പസുകൾക്കകത്ത് വിദ്യാർത്ഥി വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് ശക്തമായ സമര സംഘടനാ പ്രവർത്തനം ഞങ്ങൾ നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ വിദ്യാർത്ഥികൾ ഞങ്ങളോടൊപ്പം നിൽക്കുന്നത്. എനിക്ക് ഈ ഘട്ടത്തിലും അദ്ദേഹത്തോടൊരു വാഗ്വാദത്തിന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ അദ്ദേഹം സംശയദൃഷ്ടിയോടെയാണ് SFI സമരത്തെ കാണുന്നത് എന്നതിനെ സംബന്ധിച്ച് ആ നിലയിലല്ല അദ്ദേഹം കാണേണ്ടത്. ഈ ജനാധിപത്യ സമരത്തോടൊപ്പം നിൽക്കുകയാണ് അദ്ദേഹം വേണ്ടത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അല്ല, ആ നിലയിലുള്ള ഒരു പിന്തുണ കോൺഗ്രസ് എന്തായാലും ഈ വിഷയത്തിൽ തരുന്നില്ല എന്നുള്ളതാണ്. ആ വിഷയത്തിന് മെറിറ്റിൽ കോൺഗ്രസിന് വിയോജിപ്പുണ്ട്. പക്ഷേ SFIയുടെ സമരത്തിൽ അവർക്ക് ചില സംശയങ്ങളുണ്ട്. സംശയ ദൃഷ്ടിയോടുകൂടി സമരത്തെ കാണുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ആർഷോ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ആർഷോ ഇടയ്ക്ക് ജിൻഡോ അത് ചർച്ചയിൽ പറഞ്ഞു പോകുകയും ചെയ്തു. വസീഫിൽ നിന്ന് ഞാൻ മറുപടി നേടാൻ ശ്രമിച്ചെങ്കിലും അതിന് സാധിച്ചില്ല. അതുകൊണ്ട് ആ വിഷയം ഒരിക്കൽ കൂടി ഉയർത്തുന്നു. നോക്കൂ, ഇപ്പോൾ SFI ഉയർത്തുന്ന സമരത്തെ നേരിടുന്ന രീതിയെ ഒക്കെ ഈ നവകേരള സദസ്സിനെതിരെയുള്ള കോൺഗ്രസിന്റെ, യൂത്ത് കോൺഗ്രസിന്റെ, KSUവിന്റെ പ്രതിഷേധം ഇത് തമ്മിൽ കൂട്ടി ഇണക്കി അല്ലെങ്കിൽ ഇത് തമ്മിൽ ഒരു താരതമ്യം, സ്വാഭാവികമായും അവർക്ക് അങ്ങനെയുള്ള ചില ന്യായമായ ആവശ്യങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് വരും. അതിനെ എങ്ങനെ കാണുന്നു വർഷം? അല്ല, ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളിതിന്റെ ആരംഭഘട്ടം മുതലേ പറയുന്നുണ്ട്, ഈ സമരവുമായി ബന്ധപ്പെട്ട് ഉയർത്തുന്ന രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ എന്നുള്ളത് വളരെ ഗൗരവകരമായിട്ടുള്ള മുദ്രാവാക്യങ്ങളാണ്. നമ്മൾ കഴിഞ്ഞ 2014 ശേഷം ഇങ്ങോട്ട് വല്ലാതെ ചർച്ച ചെയ്തിട്ടുണ്ട്, വല്ലാതെ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയിലെ വിവിധ സർവകലാശാലകൾക്കകത്ത് JNU ഉൾപ്പെടെ, ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉൾപ്പെടെ, പോണ്ടിച്ചേരി ഉൾപ്പെടെ, പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഉൾപ്പെടെയുള്ള വിവിധ രാജ്യത്തെ പ്രധാനപ്പെട്ട സർവകലാശാലകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് RSS നടത്തിയിട്ടുള്ള നീക്കങ്ങൾ, സർവകലാശാല പിടിച്ചടക്കുന്നതിന് വേണ്ടി, ഭരണസമിതികളെ കീഴടക്കുന്നതിന് വേണ്ടി, RSS അനുകൂല മസ്തിഷ്കങ്ങളെ സൃഷ്ടിക്കുന്ന ഇടങ്ങളാക്കി സർവകലാശാലകളെ മാറ്റുന്നതിന് വേണ്ടിയൊക്കെ നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ, അതിനെതിരെയൊക്കെ വലിയ പ്രതിഷേധങ്ങളും പ്രതിരോധങ്ങളും സംഘടിപ്പിച്ചിട്ടുള്ള ആളുകളാണ് നമ്മളൊക്കെ. സ്വാഭാവികമായും ഈ ഘട്ടം എത്തുമ്പോൾ അവർ ലക്ഷ്യം വെക്കുന്നത് കേരളത്തിന്റെ സർവകലാശാലകളെയാണ്, കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളെയാണ്. അത് വിട്ടുകൊടുക്കാതിരിക്കുക എന്നുള്ളത് മതനിരപേക്ഷ മനസ്സുള്ള RSS വിരുദ്ധ ചേരിയിലുള്ള മുഴുവൻ ആളുകളുടെയും ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുക്കുന്നു. ഞങ്ങൾ ഈ ഘട്ടത്തിലും തർക്കങ്ങൾക്ക് നിൽക്കാതെ കോൺഗ്രസ് ഉൾപ്പെടെ UDF ഉൾപ്പെടെയുള്ള ആളുകളോട് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇരട്ടത്താപ്പ് സ്വീകരിക്കരുത്. ആർജവം ഉണ്ടെങ്കിൽ, അദ്ദേഹം പറഞ്ഞു ഈ സമരത്തിന്റെ മുദ്രാവാക്യങ്ങളോട് അല്ലെങ്കിൽ ഈ സമരത്തിന്റെ ഉദ്ദേശത്തോട് ഞങ്ങൾക്ക് എതിർപ്പില്ല, SFIയുടെ സമരത്തെയാണ് അവരെ ആശങ്കയോടെ കാണുന്നത്. നിങ്ങൾക്ക് ഈ സമരത്തിന്റെ മുദ്രാവാക്യങ്ങളോട് യോജിപ്പാണെങ്കിൽ ഈ ഘട്ടത്തിൽ UDF ചെയ്യേണ്ടുന്നത് അവരുടെ പ്രതിനിധികളായി ഈ പാനലിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ, ഈ കാവ്യവൽക്കരണം ഉദ്ദേശിച്ചുകൊണ്ടുള്ള ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള UDF അംഗങ്ങൾ രാജിവെച്ചുകൊണ്ട് ഞങ്ങൾ ഈ സമരത്തിന് അല്ലെങ്കിൽ ഞങ്ങൾ ഈ രാഷ്ട്രീയ മുദ്രാവാക്യത്തിന്റെ, കേരളത്തിലെ ക്യാമ്പസുകളെ, സർവകലാശാലകളെ കാവ്യവൽക്കരിക്കരുത് എന്ന രാഷ്ട്രീയ മുദ്രാവാക്യത്തോടൊപ്പമാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ്. അല്ലാതെ SFI സമരത്തെ ഉൾപ്പെടെ ആശങ്കയോടെ അല്ലെങ്കിൽ സംശയദൃഷ്ടിയോടെ കാണുന്ന ആളുകളെ സംബന്ധിച്ച് നിങ്ങൾ അത് തുടർന്നുകൊണ്ടേയിരിക്കുക. നിങ്ങളെ ഉൾപ്പെടെ കേരളത്തിലെ പൊതുസമൂഹം വിലയിരുത്തുന്നുണ്ട് എന്ന് മാത്രമേ സൂചിപ്പിക്കാനുള്ളൂ. ജിൻഡോ, അതിനൊരു മറുപടി വളരെ വേഗം വേണം. നോക്കൂ, ഒരു പക്ഷേ ആ സെനറ്റിൽ ഗവർണർ നാമനിർദ്ദേശം ചെയ്ത UDFകാരോ കോൺഗ്രസുകാരോ രാജിവെച്ചാൽ അത് വലിയൊരു മെസ്സേജ് സമൂഹത്തിന് നൽകുമെന്നതിൽ തർക്കമില്ല ജിൻഡോ.
താങ്കൾ പറഞ്ഞല്ലോ ഷൂ എറിയുന്ന സംഘടനകൾ ഇവിടെയുണ്ട്, മുഖ്യമന്ത്രിയുടെ നവകേരള വണ്ടി പോകുന്നുണ്ടത്. ഞങ്ങൾ വണ്ടി തടയാമെന്നൊന്നും പറഞ്ഞിട്ടില്ല, ഞങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തുക എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ വണ്ടി തടയാമെന്ന് പറഞ്ഞിട്ടില്ല. ഈ വണ്ടി എത്രയും പെട്ടെന്ന് തിരുവനന്തപുരത്തെത്തി മ്യൂസിയത്തിലേക്ക് കയറ്റണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അത്രയും പെട്രോൾ കാശെങ്കിലും ലാഭം കിട്ടുമല്ലോ, പിന്നെ മ്യൂസിയത്തിൽ നമുക്ക് ലാഭം കിട്ടുമല്ലോ. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. പിന്നെ ഒരു കാര്യം നിങ്ങൾ പറഞ്ഞു, SFIയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് SFIക്കാർ കഞ്ഞി വെച്ച് കുടിച്ച് കുട്ടികൾക്ക് കഞ്ഞി ഇല്ലാത്ത വിഷയത്തിൽ സമരം ചെയ്യുന്നു. SFIക്കാർ കഞ്ഞി വെച്ച് കുടിച്ചാൽ SFIക്കാരുടെ വിശപ്പേ മാറുകയുള്ളൂ. കുട്ടികൾക്ക് കഞ്ഞി കിട്ടണമെങ്കിൽ ഗവൺമെന്റ് പൈസ അനുവദിക്കണം. പിന്നെ മുദ്രാവാക്യങ്ങളോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. SFIയുടെ മുദ്രാവാക്യത്തോട് ഗവർണറുടെ തന്തയുടെ വകയല്ല ഈ രാജ്ഭവൻ എന്ന് എഴുതുന്ന SFIയുടെ മുദ്രാവാക്യത്തോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. ഞങ്ങൾക്ക് ഗവർണറോട് എതിർപ്പുണ്ട്, ഞങ്ങൾക്ക് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയോട് എതിർപ്പുണ്ട്, ഈ സർക്കാരിനോട് എതിർപ്പുണ്ട്. അത് ഞങ്ങളുടെ ഈ ഭാഷയല്ല, ഇതല്ല ഞങ്ങളുടെ മുദ്രാവാക്യം. പിന്നെ നിങ്ങൾ കരിങ്കൊടി കാണിച്ചു, സമരം ചെയ്തു, പോലീസ് ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവഹണം, അവരുടെ സുരക്ഷാ ചുമതല എന്നൊക്കെ പറഞ്ഞു. ഈ കരിങ്കൊടി കാണിക്കുന്ന യൂത്ത് കോൺഗ്രസ്സുകാരോടും KSUക്കാരോടും കേരളത്തിന്റെ സർക്കാരിന്റെ നിലപാടെന്താ? ഇന്നലെ ആർഷയുടെ മുണ്ടഴിഞ്ഞു പോയപ്പോൾ വാ മോനെ വാ എന്ന് പറഞ്ഞ് സ്വീകരിച്ച് അനുനയിപ്പിച്ചു കൊണ്ടുവന്ന കാഴ്ച നമ്മൾ കണ്ടല്ലോ. കരയുന്ന ഒരു പെൺകുട്ടി SFIയുടെ വനിതാ സഖാവിന് പാലും കൂപ്പി കൊടുക്കാം, മിഠായി മേടിച്ചു കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്ന വനിതാ പോലീസുകാരെ നമ്മൾ കണ്ടല്ലോ. ഈ സ്വീകരണമൊന്നും യൂത്ത് കോൺഗ്രസ്സുകാർക്ക് ഉണ്ടായില്ലല്ലോ. യൂത്ത് കോൺഗ്രസ്സുകാരും അവരുടെ അവകാശത്തിന്റെ ഭാഗമായിട്ടുള്ള സമരത്തിലാണ് പങ്കെടുത്ത്. അവർ ഉയർത്തിയ കരിങ്കൊടി ജൗളിക്കടയിൽ നിന്ന് മേടിച്ചതും SFI ഉയർത്തുന്ന കരിങ്കൊടി AKG സെന്ററിൽ നിന്ന് വാഴ്ത്തി ആശീർവദിച്ചു കൊടുത്തുവാണോ? അല്ലല്ലോ. അപ്പൊ കരിങ്കൊടി ഉയർത്താനുള്ള അവകാശം എല്ലാ സംഘടനകൾക്കുണ്ട്. ഇവരോട് സുരക്ഷാ ഉദ്യോഗസ്ഥർ കാണിച്ച ഗവർണറുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ അത്തരത്തിൽ ജീവൻ രക്ഷാ പ്രവർത്തനം ഏർപ്പെടുത്താത്തതുകൊണ്ട് SFIക്കാർ വലിയ കുഴപ്പമില്ലാതെ രക്ഷപ്പെട്ടു പോയി. ഈ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥൻ മുഖ്യമന്ത്രിക്കല്ല സുരക്ഷ കൊടുക്കുന്നത്, യൂത്ത് കോൺഗ്രസ്സുകാരുടെ ജീവൻ രക്ഷാ പ്രവർത്തനത്തിൽ DYFIക്കാരോട് കൂടെയാണ് പങ്കെടുക്കുന്നത്. നിങ്ങൾ ഏത് രീതിയിലും ഇതിനെ കമ്പയർ ചെയ്യാൻ നോക്കരുത്. SFIയുടെ ഈ സമരത്തിന്റെ ഒപ്പം നിൽക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. കാരണം SFI കഴിഞ്ഞ 7 വർഷക്കാലം രാഷ്ട്രീയ വനവാസത്തിലിരുന്നു. ഇവിടെ കുട്ടികളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട അതിക്രമിച്ചിട്ടുണ്ട് ജിൻഡോ. പക്ഷേ എനിക്ക് ഒറ്റ ചോദ്യം, ജിൻഡോ അതിന് ഒറ്റ വാക്കിൽ ദയവായി മറുപടി പറയണം. SFI ഉയർത്തുന്ന മുദ്രാവാക്യങ്ങളോട് നിങ്ങൾക്ക് വിയോജിപ്പാണ്, ഞാൻ സമ്മതിച്ചു. വിഷയത്തിന്റെ മെറിറ്റിനോട് കോൺഗ്രസിന്റെ അഭിപ്രായം ഒറ്റ വാക്കിൽ പറഞ്ഞു. അല്ല, എന്താണ് മെറിറ്റ്? വിഷയത്തിന്റെ മെറിറ്റ് ഈ സർവകലാശാല സമരത്തിലേക്ക് സംഘപരിവാറുകാരെ തിരികെ കയറ്റാനുള്ള ശ്രമമാണ്. അതിനാണല്ലോ സമരം നടക്കുന്നത്. ആര് സമരം നടന്നു? SFI സമരം നടന്നു. ഞാൻ വിശ്വസിക്കുന്നില്ല. ഹരിയസ് കർത്തയെ തിരികെ കയറ്റിയപ്പോൾ, ബഞ്ച് ഓഫ് തോട്ട്സ് പഠിക്കാൻ വേണ്ടി കണ്ണൂർ യൂണിവേഴ്സിറ്റി വെച്ചപ്പോൾ അന്നൊന്നും സമരം ചെയ്യാത്ത SFI ഇപ്പോൾ തിരികെ കയറ്റുന്നു എന്ന് പറയുന്നത് പൊതുജനങ്ങളുടെ ശ്രദ്ധയിൽ നിന്ന് ഈ മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെയുള്ള ജനരോക്ഷത്തെ മറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഈ വിഷയത്തിൽ എന്ത് മെറിറ്റാണ് നിങ്ങൾ കാണുന്നത്? ശരി ജിൻഡോ, അങ്ങനെയെങ്കിൽ വരും ദിവസങ്ങളിൽ ആ വിഷയത്തിൽ കൂടി ചർച്ച നടക്കട്ടെ. വളരെ നന്ദി ശ്രീ ജിൻഡോ ജോൺ, PM ആർഷോ, P കൃഷ്ണദാസ് ന്യൂസ് ആൻഡ് വ്യൂസിൽ സഹകരിച്ചതിന്. ന്യൂസ് ആൻഡ് വ്യൂസ് പൂർണ്ണമാകുകയാണ്.